ദൈവത്തിന്റെ മുൻപാകെ ഇരുന്ന് ദൈവവചനം ശ്രവിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. इन दिनों में परमेश्वर की उपस्थिति में बैठकर प्रभु के वचन को सुनने का मौका प्रभु ने दिया, उसके प्रभु का धन्यवाद. ഇവിടുത്തെ ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ചില വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. इन दिनों में इस मीटिंग के बारे में परमेश्वर के साथ जब प्रार्थना किया तो पवित्र आत्मा ने जो प्रेरणा दिया उन वचनों को मैंने आप लोगों के साथ बांटा. അതിന്റെ പ്രധാന കാര്യം ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് നമ്മള് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് മറുപടിയാണ് നമുക്ക് ഉത്തരമായിട്ട് ദൈവസ്ഥനിൽ കൊടുക്കേണ്ടത്. और उसका एक अहम बात, महत्वपूर्ण बात जो प्रभु ने बात किया था, वो प्रभु के अनंतता के लिए क्या हम तैयार हुए हैं, इस सवाल के सामने हमें परमेश्वर को जवाब देना है. യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കുവാനായിട്ട് ഭൂമുഖത്തേക്ക് വരുന്നു. यीशु मसीह अपनी कलीसिया को जोड़ने के लिए इस संसार में आ रहा है. അറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള വചനമാണ് നാം ആദ്യ ദിവസം ഈ ഞാൻ ആരംഭിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളുടെ ആരംഭത്തിൽ നാം ചിന്തിച്ചത്. प्रभु के दास ने हमारे साथ जब से जुड़ा उस प्रारंभ समय में जो वचन हमारे साथ बांटा था वो ये था कि अपनी कलीसिया को तेजस्वी होकर खड़ा करने के लिए, जिसमें न कलंक हो, न जुरी हो, निर्दोष होकर ऐसा खड़ा करने के लिए उसने अपने आप को दे दिया. അതിനെ നമ്മൾ പഴയ നിയമ പുസ്തകം മുതലേ ഇങ്ങോട്ട് ചിന്തിച്ചു വരികയായിരുന്നു ചെയ്തത്. और उससे हमें पुराना नियम से लेके, किताब से लेके हमने उसको विचार किया. എബ്രഹാമിന്റെ ജീവിതത്തിലെ ദൈവം പല പരിശോധനകൾ, പല ടെസ്റ്റുകൾ നടത്തി തനിക്ക് കൊള്ളാവുന്നവനായി തികഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു നമ്മൾ വായിക്കുന്നു. अब्राहम के जीवन में हमने देखा बहुतायत की परीक्षाओं को उनके जीवन में देखकर कई बातों से परखते हुए उसमें उत्तीर्ण करके, सिद्ध करके उसे परमेश्वर के पास जोड़ दिया गया. രണ്ടാമത്തെ ദിവസം നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ആ ഭാഗ്യം ദൈവം അവർക്കും കൊടുത്തു, എന്നാലേ അത് അവർക്ക് പ്രയോജനമായി വന്നില്ല എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. दूसरा दिन इब्रानियों की पत्री 4:1 में से हमने उस भाग से सोचा कि उन लोगों ने भी वही सुसमाचार सुना था जो हमने और वचन सुना है, लेकिन उनके जीवन में विश्वास के साथ वो नहीं बैठे, इसलिए वो लाभदायक थे. അവർ വചനം കേട്ടവരായിരുന്നു എന്നെങ്കിലും അവർ അത് വിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ വിശ്വാസമായി പരിണമിച്ചില്ല. they didn't mix with faith എന്നാണ് നമ്മളോട് വായിച്ചത്. कि उन लोगों ने वचन को तो सुना, लेकिन वचन विश्वास के साथ उनके हृदय में नहीं बैठा, इसलिए उनके लिए वो लाभदायक रहा. അതിനെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ അവർ ദുർമോഹികളായി, വിഗ്രഹാരാധികളായി പരസംഗം ചെയ്ത് ദൈവത്തെ പരീക്ഷിച്ച് പിറുവിറുത്തു എന്നുള്ള ഒരു ഭാഗം നമ്മൾ പ്രത്യേകം ചിന്തിപ്പാനിടയുണ്ടായി. പരീക്ഷിച്ചു, ദൈവത്തെ മുഷിപ്പിച്ചു എന്ന് ദൈവത്തെ നമ്മൾ കാണുവാനിടയുണ്ടായി. इस्राएल लोगों के जीवन में हम देखते हैं वो परमेश्वर को उन्होंने मुश्किलात में डाला, दुख दिया, उन्होंने उसको खेदित किया, ऐसे कई बार हमने पढ़ा. അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ മോശയെ വാസ്തവത്തിൽ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇതായതുകൊണ്ട് കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പാനുള്ള അവസരം ദൈവം അനുവദിച്ചില്ല. लेकिन मूसा के जीवन में जब हम देखते हैं छोटी सी एक चूक के लिए कनान देश में मूसा को प्रवेश की अनुमति नहीं दिया. ഞാൻ ഇത് നമ്മുടെ ചിന്തയ്ക്ക് കൊണ്ടുവരുവാൻ കാര്യമുണ്ടായത് ഒരു ചെറിയ കാര്യത്തിന് പോലും ഇതേ പ്രവേശനം അനുവദിച്ചില്ല എന്ന് വരികില് നമ്മുടെ ജീവിതത്തെ നാം എത്ര ആക്യുറസി ആയിട്ട്, എത്ര വ്യക്തമായി ദൈവസേനയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നതിനെ കുറിച്ച് ഒരു പാഠാത്മാവ് എന്നെ പഠിപ്പിച്ചു. परमेश्वर की आत्मा ने जो मुझे सिखाया वो ये था, अगर एक छोटी सी गलती के लिए मूसा को वहां पहुंचने की अनुमति अगर नहीं दिया तो हमारे जीवन में कितने गंभीरता से और कितने सही रीति से परमेश्वर के वचन पर निर्भर होते हुए हमें अपने जीवन को बिताना है, ये विषय पवित्र आत्मा ने मुझे सिखाया. നാം കർത്താവിന്റെ വരവിന് വേണ്ടി ദിനവും ഒരുങ്ങേണ്ടവരാണ്. हम परमेश्वर के आगमन के लिए हर रोज तैयार होने वाले लोग हैं. ഈ ലോകം നമുക്ക് സുസ്ഥിരമുള്ളതല്ല. ये संसार हमारे लिए स्थिर नहीं है.
നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടി ദൈവം നമ്മെ പരിശുദ്ധാത്മാവിൽ മുദ്രണം ചെയ്തിരിക്കുകയാണ്. अनंतता की प्रवेश पाने के लिए पवित्र आत्मा ने हमारे ऊपर वो मोहर लगाया है. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളെല്ലാം പരിശോധിച്ചാൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി എന്നതിനെ കുറിച്ച് താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. प्रेरित पौलुस की तमाम पत्रों को अगर हम देखें तो उसमें यही झलक आता है, परमेश्वर का आगमन निकट है. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഇതാ നിങ്ങളെ നിർമ്മല കന്യകയായിട്ട് ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്, ഈ കർത്താവിന്റെ വരവ് ആസന്നമായി എന്ന്. और इसीलिए प्रेरित पौलुस ने कहा, तुम्हें एक पवित्र दुल्हन की तरह मैंने परमेश्वर के साथ, यीशु के साथ तुम्हारी मंगनी करा दिया है, इसलिए हमारे परमेश्वर का आगमन निकट है. പിന്നീട് നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ധ്യാനിച്ചത്, കർത്താവിന്റെ അടുത്ത് ഇത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ച ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. और उसके बाद हमने देखा चेले लोग जो चमत्कार को किया, अशुद्ध आत्मा को भगाया, वो लोग आके बोलते हैं हम बहुत आनंदित है. കർത്താവ് അവരോട് പറഞ്ഞു, അതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ള അത്രേ സന്തോഷിക്കേണ്ടത്. यीशु मसीह ने उनसे कहा, इसलिए आनंदित हो क्योंकि तुम्हारा नाम स्वर्ग की किताब में दर्ज किया है. സ്വർഗീയ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാനായിട്ട് ദൈവമാണ് ഈ പേര് എഴുതുന്നത്. जीवन के पुस्तक में ये नाम जो है वो यीशु मसीह या परमेश्वर लिखता है. അത് എങ്ങനെയാണ് എഴുതുന്നത്? वो कैसे लिखा जाता है, किस आधार पर लिखा जाता है, ये भी हमने देखा. ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, पवित्र जीवन बिताना है. ഇതേ ജീവിതത്തിൽ വേർപാടിന്റെ അനുഭവത്തിൽ തന്നെ ജീവിക്കണം. जीवन में अलगावट के साथ हमको जीना है. ബോഷ്ക്ക് പറയുന്നവർക്ക് ആർക്കും അവിടെ പ്രവേശനം ലഭിക്കില്ല. वाले कोई भी वहां प्रवेश नहीं पाएगा. പിന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഇതേ ഒരു ശാസ്ത്രി വന്ന് കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? कल हमने देखा व्यवस्था आकर यीशु को पूछता है कि अनंत जीवन का वारिस बनने के लिए मुझे क्या करना है. കർത്താവ് മറുപടിയായിട്ട് ചോദിച്ചു, വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു, നീ ഇത് എങ്ങനെ വായിക്കുന്നു എന്ന്. यीशु मसीह ने उसको उत्तर दिया कि वचन में क्या लिखा है, क्या तू वो सब मानता है? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവിനോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന നീ അനുസരിച്ചാൽ നിനക്ക് പ്രവേശനം സാധ്യമാണ് എന്ന് പറഞ്ഞു. उसने उत्तर दिया कि प्रभु परमेश्वर से अपने सारे मन और अपने सारे प्राण और अपनी सारी शक्ति और अपनी सारी बुद्धि के साथ प्रेम रख और अपने पड़ोसी से अपने समान प्रेम रख. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ശാസ്ത്രി ചോദിച്ചു, ആരാണ് എന്റെ സ്നേഹിതൻ? तो उस व्यवस्थापक ने सवाल किया, मेरा पड़ोसी कौन है? ആ സ്നേഹിതന്റെ മറുപടിയായിട്ട് കർത്താവ് ഒരു ഉപമ പറഞ്ഞു കൊടുത്തു. और वो उसका एक उत्तर के तौर पर एक दृष्टांत बताया. നമ്മളെ ആ 4 സ്വഭാവക്കാരെ നമ്മൾ ചിന്തിപ്പാനിടയുണ്ടായി. और उन 4 स्वभाव के अलग अलग किरदार को हमने देखा. ഞാന് പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പാപം ചെയ്യുന്ന വ്യക്തിയുടെ പേര് ദൈവം തന്റെ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. उसके बाद मैंने एक बात उल्लेख किया था, जिसने पाप किया उसका नाम जीवन के पुस्तका से परमेश्वर ने मिटा दिया. നാം ദൈവമായിട്ട് ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. परमेश्वर के साथ एक वाचाबंद, एक प्रतिज्ञाबद्ध ऐसा जीवन को जब हम बिताते हैं तब हमारा नाम जीवन के पुस्तक में लिखा होता है. ദൈവത്തിന് അങ്ങനെയെന്ന് വരികില് നമ്മോട് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ചുമതലയുണ്ട്. अगर ऐसा है तो परमेश्वर का हमारे प्रति कर्तव्य है, जिम्मेदारी है. മാത്രമല്ല, ഞാൻ ദൈവത്തോട് അക്കൗണ്ടബിൾ ആണ്, ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിനമുണ്ട്. और इतना ही नहीं, परमेश्वर के प्रति मुझे जो है उद्धार देना है. അങ്ങനെയെന്ന് വരികില് നമ്മുടെ ദൈനംദിന ജീവിതം നിത്യത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. ऐसा है तो हमारी रोज का जीवन जो है अनंतता को मकसद रखते हुए होना चाहिए. ഞാന് നമ്മുടെ ഈ വചനധ്യാനം ആരംഭിക്കുന്ന ദിവസം പറഞ്ഞിരുന്നു, പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഈ കേട്ട വചനം മറന്നു പോകാതിരിക്കാൻ ഇവയെല്ലാം നിങ്ങൾ കുറിച്ചു വെക്കുകയും മാത്രമല്ല പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം.
जिस दिन हमने ये प्रचार शुरू किया था उस दिन मैंने आप लोगों से अनुरोध किया था, ये जो वचन हम सुन रहे हैं वो केवल अभी या इस समय के लिए नहीं है। इन वचनों को आप लिख लेना, क्योंकि बाद में आप लोग इसको पढ़ना, इसको ध्यान में मगन करना है। നാം നിത്യരാജ്യത്തിലേക്ക് പ്രവേശനത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരാണ്. हम अनंत काल की उस राज्य में प्रवेश करने के लिए तैयार होने वाले लोग हैं. നമ്മള് ഇവിടെ ജീവിക്കേണ്ടവരല്ല, നാം നിത്യതയ്ക്ക് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. हम यहाँ जीने वाले लोग नहीं है, अनंतता को मकसद रखकर जीने वाले लोग हैं. കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പലരും വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. यीशु मसीह के संसार में जब उसका प्रचार सेवकाई चल रहा था, कई लोग आके पूछा कि अनंत जीवन पाने के लिए हमको क्या करना है. കർത്താവ് തന്നെ പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകേണ്ടതിനും സമൃദ്ധായ ജീവൻ നൽകേണ്ടതിനുമാണ് വന്നത്. यीशु मसीह ने स्वयं कहा, मैं तुम्हें जीवन और बहुतायत का जीवन देने के लिए आया हूँ. അങ്ങനെയെന്ന് വരികില് ഇവിടത്തെ ഇന്ന് കാണുന്ന കൊറോണയോ അല്ലെങ്കിൽ മറ്റേത് രോഗമാകട്ടെ, നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടേണ്ടവരാണ്. നിത്യതയെ കാണുന്നു എന്ന് വരികിലെ നമുക്ക് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാനില്ല, സങ്കടപ്പെടാനില്ല. നാം നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ ഒരുക്കപ്പെടുന്ന ദിനങ്ങളായിട്ട് ഇത് മാറണം. और अगर ऐसा है तो कोरोना हो या संसार का और कोई भी बीमारी क्यों ना हो, ये हमें ना डराएगा, ना हताश करेगा, ना निराश करेगा, क्योंकि हम तो यहाँ के हैं ही नहीं, एक दिन हमको जाना ही है. इसलिए उस अनंतता का, उस आशा को देखकर हमें इन दिनों में जीना है. ഈ നൂറ്റാണ്ട് ഇത് ഒരു വലിയ മാറ്റത്തിന്റെ നൂറ്റാണ്ടായി മാറുകയാണ്. ये शताब्दी जो है बहुत ही बदलावट की एक शताब्दी बन रहा है. ഈ കൊറോണ വൈറസിനെ കുറിച്ച് ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ദർശനം തന്നു. ये कोरोना वायरस के बारे में इन दिनों में जब प्रार्थना किया तो परमेश्वर ने मुझे एक दर्शन दिया. We will continue. നമ്മള് ഈ കൊറോണ അസ്വസ്ഥതയുമായിട്ട് തന്നെ തുടരും. हम लोग ऐसा इसी कोरोना के बीमारी में ऐसे ही हम लोग आगे चलेंगे. ഇത് ലോകത്തുനിന്ന് തുടച്ചു മാറ്റുവാൻ ഒരു രീതിയിലും പറ്റുകയില്ല. संसार से कोई भी पूर्ण रूप से निकाल नहीं सकता. രണ്ടാമത്തെ വസ്തു എന്നാണെന്ന് വെച്ചാല് നമ്മുടെ ഏജ് ബിറ്റ്വീൻ 50 to 60 ഏജിലോട്ട് നാം തിരിച്ചു വരാനായിട്ട് പോകുകയാണ്, കുറയാനായിട്ട് പോകുകയാണ്. और दूसरा जो है, मैंने कहा हमारी आयु या हमारी उम्र जो है 50 और 60 के बीच में निर्धारित होने वाला है. ഇനി പ്രായമുള്ളവരെ നമുക്ക് ചുറ്റിലും കാണുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടുകയാണ്. एक ऐसी अवस्था में हम पहुंचेंगे जहाँ पे बुजुर्ग लोग हमारे इर्द गिर्द में नहीं होंगे. ഇത് നിമിത്തം നമ്മുടെ കൂടിവരവുകള്, इस वजह से हमारी संगतियां, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, हमारी पढ़ाई का करने का क्षेत्र, നമ്മുടെ സുവിശേഷീകരണത്തിന്റെ ചുമതലകള് അല്ലെങ്കിൽ സുവിശേഷീകരണം നിമിത്തം സംഭവിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയത്. तो मैंने जो कहा वो ये था कि इस वायरस की वजह से दो बातें जो होने वाली है उसका एक दर्शन प्रभु ने मुझे दिया. ഒന്ന്, ഈ ഭൂമുഖത്ത് മാറ്റപ്പെടുവാനായിട്ട് പോകുന്നില്ല. We will live, we will continue with the virus. एक, इस संसार से ये वायरस पूर्णता हटने वाला नहीं है, हम इस वायरस के साथ ही हम लोग जारी रखेंगे. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഏജ് അത് റെഡ്യൂസ് ചെയ്തിട്ട് ബിറ്റ്വീൻ 50 to 60 ആകാനായിട്ട് പോകുകയാണ്. और दूसरा जो है, हमारा आयु जो है वो कम होकर वो 50 और 60 के बीच में निर्धारित होगा. ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം ഒന്ന് വിലയിരുത്തണം. और इसके संबंधित में हमारे मसीह जीवन को हमें आंकना है. കർത്താവിന്റെ ആജ്ഞകൾ അനുസരിപ്പാനായിട്ട് നമ്മള് നാളെ ആകാം എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. परमेश्वर की आज्ञाओं को मानने के लिए हम कल करेंगे ऐसा हम कह नहीं सकते. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയെന്ന് ദൈവവചനം പറയുന്നു. परमेश्वर का वचन कहता है भाई कोई भी मनुष्य अगर खड़ा हो तो वो केवल एक श्वास है. അങ്ങനെയെന്ന് വരികില് നമുക്ക് എത്രയും പെട്ടെന്ന് ദൈനംദിന ജീവിതത്തെ ദൈവത്തിൽ ഒരുക്കുവാനുള്ള ഒരു വലിയ വാണിംഗ് ആണ് ഈ വൈറസ് നിമിത്തം നമുക്ക് ഉണ്ടാകുന്നത്. अगर ऐसा है तो हमारी रोजमर्रा के जीवन को परमेश्वर के सामने तैयारी करने की एक चेतावनी है जो ये वायरस के रूप में हमारे सामने आया है.
നമ്മുടെ ജീവിതത്തിലെ നിത്യതയെ കുറിച്ചുള്ള വലിയ ദർശനം നാം ഓരോരുത്തരും हमारे जीवन में अनंतता के बारे में एक दर्शन हम में से हर एक को पाना है। പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇതേ നിത്യതയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതം ഇവിടെ നയിക്കുന്നത്. प्रेरित पौलुस ने कहा, अनंतता के आधार पर मैं मेरी यहाँ की जीवन को बिताता हूँ। കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലെ കൂടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. दूसरी कोरिन्थियों की पत्री उसका 5-11 में ऐसा लिखा है कि हम लोग का जो ये शरीर है वो तो टूट जाएगा, ये तंबू गिर जाएगा, लेकिन जो हाथ से नहीं बनाया ऐसा एक परमेश्वर हमारे लिए है, ऐसा एक तंबू, ऐसा एक जगह हमारे लिए बनाया हुआ है। നമുക്ക് ജീവിക്കേണ്ടത് ദൈവവുമായുള്ള ബന്ധത്തിലാണ്. हमें जो जीना है परमेश्वर के साथ उस रिश्ते में करना है। ഇന്നത്തെ നമ്മുടെ താക്കോല് വാക്യം അല്ലെങ്കിൽ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം. मत्ती 5:20 आज का हमारा चिंता विषय का वाक्य है। ഇത് നമ്മള് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. ये वचन हमने बहुत बार सुना है। കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ അന്ത്യത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കാണിത്. परमेश्वर का जो पर्वत का प्रवचन था उस समय में आखिर में कहा हुआ एक वचन है, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല. क्योंकि मैं तुमसे कहता हूं कि यदि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर ना हो तो तुम स्वर्ग के राज्य में कभी प्रवेश करने न पाओगे। എന്താണ് അവരുടെ വാസ്തവത്തിൽ നീതി എന്ന് പറഞ്ഞത്? तो वहां पर जो धार्मिकता कहा है वो क्या है? എങ്ങനെയാണ് അവര് ദൈനംദിന ജീവിതം കണ്ടുകൊണ്ടിരുന്നത്? वो अपने प्रतिदिन की जीवन को कैसे देखते थे? അതിനെക്കുറിച്ച് കർത്താവ് തന്നെ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. और उसके बारे में यीशु मसीह मत्ती का सुसमाचार 23वें अध्याय में एक विवरण देता है। അവിടെ കർത്താവ് പറയുന്നത്, वहां पर यीशु मसीह कहता है, 1-ാം വാക്യം മുതൽ വായിക്കാം. पहले आयत से हम पढ़ेंगे। അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. तब यीशु ने भीड़ से और अपने चेलों से कहा, शास्त्री और फरीसी मूसा की गद्दी पर बैठे हैं, इसलिए वे तुमसे जो कुछ कहे वह करना और मानना, परंतु उनके से काम मत करना, क्योंकि वे कहते तो है पर करते नहीं। അവരുടെ നീതി എന്ന് പറഞ്ഞത് പറയുക എന്നുള്ളതേ ഉള്ളൂ, അത് പ്രായോഗികമാക്കുന്ന രീതിയല്ല. उनका धर्म जो है वो केवल इतना है कि वो कहते हैं लेकिन करते नहीं है। സത്യവേദപുസ്തകം പൂർണ്ണമായിട്ടും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണം. सच्चा परमेश्वर का वचन जो है हमारे रोज का जीवन, प्रतिदिन का जीवन का एक भाग होना है। ഇത് ഞാൻ പല അവസരത്തില് നമ്മുടെ ഈ ദിവസങ്ങളിലെ സന്ദേശത്തിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. और ये बातें मैंने कई बार मेरे प्रचार के समय में इस बात को उल्लेख किया दोहरा कर। പ്രസംഗം പറയാനല്ല ബുദ്ധിമുട്ട്, പ്രസംഗിച്ചതുപോലെ ജീവിക്കുന്നതിനാണ് പ്രയാസം. प्रचार करना कोई मुश्किल नहीं है, लेकिन जैसा प्रचार किया वैसे जीवन बिताना मुश्किल काम है। അതാണ് കർത്താവ് പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നത്, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. और इसीलिए कहा कि वो कहते हैं लेकिन वो करते नहीं है। ഞാന് ഇത് ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട്, പ്രസംഗം നല്ലതാണ്, എല്ലാം ഭയങ്കര പ്രസംഗമാണ്, പക്ഷെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നാം ജീവിതത്തെ വചനവുമായിട്ട് തട്ടിച്ചു നോക്കുന്നത്? जब मैंने इस वचन को मगन किया तो परमेश्वर ने जो बताया कि प्रचार करना बहुत अच्छी बात है, उम्दा प्रचार करना अच्छा बात है, लेकिन हमारी रोजमर्रा की जीवन में इस वचन को कितना हम प्रायोग्य करते हैं उसके साथ हमको इसको तोल कर देखना है। നമ്മോട് ചോദിക്കേണ്ടത്, എനിക്ക് വചനത്തിൽ ജീവിപ്പാനായിട്ട് കഴിയുമോ എന്നാണ്. मुझे सवाल हमसे करना है, क्या वचन के अनुसार मैं जीवन बिता सकता हूँ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല.
और इसीलिए वहां पर लिखा है कि वो कहते तो है लेकिन करते नहीं है। രണ്ടാമത്തേത് പറഞ്ഞു 23-4 വാക്യത്തില് 23 के 4 आयत में कहा, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്ര ചെയ്യുന്നു. തങ്ങളുടെ മന്ത്രപ്പെട്ട അവര് ചെയ്യുന്നത് മനുഷ്യർ കാണേണ്ടതിനാണ്. वो जो कुछ भी करते हैं वो लोगों को दिखाने के लिए करते हैं. ഞാൻ ഇന്നലെ ദൈവവചനം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവമാണ് നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ. कल जब प्रचार किया तो मैंने कहा परमेश्वर हमारे सभी के जीवन को देखता है. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 6:11. 6:11. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. സകല ജഡവും തന്റെ വഴി ദൈവം മുൻപാകെ വഷളാക്കിയിരുന്നു. ആ വാക്യം വായിക്കാം. 11-12 6 ഉൽപ്പത്തി പുസ്തകം. उत्पत्ति का किताब 6 अध्याय 11 और 12 आयत. उस समय पृथ्वी परमेश्वर की दृष्टि में बिगड़ गई थी और उपद्रव से भर गई थी, और परमेश्वर ने पृथ्वी पर जो दुष्ट की तो क्या देखा कि वह बिगड़ी हुई है, क्योंकि सब प्राणियों ने पृथ्वी पर अपनी अपनी चाल चलने बिगाड़ ली थी. ഇവിടെ നാം വായിക്കുന്നത് ദൈവം മുൻപാകെയാണ്. ഹൂ ഈസ് ലുക്കിംഗ് അറ്റ് us? यहाँ हम परमेश्वर के सामने देखते हैं कि कौन हमें देखता है. ശാസ്ത്രിമാരും പരീശന്മാരും മനുഷ്യർ കാണേണ്ടതിനാണ് ചെയ്യുന്നത്. शास्त्री और जो बाकी के लोग हैं फरीसी, वो लोगों को दिखाने के लिए करते हैं. എന്നാൽ ദൈവം എന്നെ കണ്ടാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്നതിനെ കുറിച്ച് നാം പരിശോധിക്കുന്നുണ്ടോ? लेकिन परमेश्वर जब मुझे देखेगा तो मेरी स्थिति क्या होगा, क्या इसके बारे में हमने कभी परखा है, जांचा है? ഇവിടെ വായിക്കുന്നത് ഇത് ദൈവം മുൻപാകെ ഇവരുടെ രീതി വഷളായിരുന്നു. यहाँ पर हम पढ़ते हैं परमेश्वर के सामने इनका चाल चलन बिगड़ गया था. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഡ്രസ്സിങ്ങിലെ, നമ്മുടെ സംസാരത്തിലെ, നമ്മുടെ ഇടപാടുകളിലെ, ഇവിടെയെല്ലാം എന്നെ ദൈവം പരിശോധിച്ചാൽ ഞാൻ എങ്ങനെ ഇരിക്കും എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടോ? हमारे चाल चलन में, हमारे पहनावे में, हमारे बर्तावे में अगर परमेश्वर देखता है तो कैसा सोचता होगा, क्या इस बारे में कभी सोचा है? മറ്റുള്ളവരെ നോക്കുമ്പോൾ എല്ലാം റെഡിയാ, ഒരു കുഴപ്പമില്ല. दूसरे जब देखेंगे सब सही है, कोई कमी नहीं. മനുഷ്യർ കാണേണ്ടതിനാണോ അതോ ദൈവം കാണുന്നു എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടെയാണോ നമ്മുടെ ജീവിതം നയിക്കുന്നത്? मनुष्य देखने के लिए या परमेश्वर हमें देखता है, इस मायने को रखकर क्या हम हमारी जीवन को बिताते हैं? പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, എഫേസ്യർ 6:6 അവിടെ പറയുന്നു, നിങ്ങൾ മനുഷ്യർ കാണേണ്ടതിനല്ല പ്രവർത്തിക്കേണ്ടത്. വായിച്ചോ, എഫേസ്യൻസ് 6:6. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. एफेसियों की पत्री 6 उसका 6 और 7. और मनुष्यों को प्रसन्न करने वाले की नाई दिखाने के लिए सेवा ना करो, पर मसीह के दासों की नाई मन में परमेश्वर की इच्छा पर चलो, और उस सेवा को मनुष्य की नहीं परंतु प्रभु की जानकर सच्चाई से करो. ദൈവം എന്റെ ജീവിതത്തെ കാണുന്നു എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പ്രവർത്തിപ്പാനായിട്ട് കഴിയുമോ? परमेश्वर मेरे जीवन में कैसे देखता है, उस मायने में सोचकर क्या काम कर सकते हैं? ഞാൻ ഒരിക്കൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു സഭയിലെ एक मर्तबा जिस कलीसिया में मैं सेवा कर रहा था, അത് ആ വീട്ടിൽ നടന്ന ചില സംഭവങ്ങൾ എനിക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ഇടയുണ്ടായി. उस घर में जो कुछ संभावना घटता है वो परमेश्वर के वचन के आधार पर वो सही नहीं है, ऐसा मैंने उनको बोला. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു,
ദൈവം ഈ വിഷയത്തെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് പ്രിയ സഹോദരനെ വല്ല ലക്ഷ്യമുണ്ടോ, വലിയ കാഴ്ചപ്പാടുണ്ടോ എന്ന്? मैंने उस भाई से पूछा, जब परमेश्वर स्वर्ग से इसको देखता है तो वो क्या सोचता होगा, इस बारे में आपको कोई चिंता है? എന്നിട്ട് ഈ കാര്യത്തെ തീരുമാനമെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. और उसके बाद आप इस विषय पर एक निर्णय लेना, ऐसा मैंने उनसे कहा. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ദൈവം കാണുന്ന, ദൈവം പരിശോധിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി അങ്ങനെ ഒരു പരിപാടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. और ऐसा परमेश्वर देखने वाला या परमेश्वर आंकने वाला जीवन मुझे नहीं चाहिए, ये कहकर वो कलीसिया को छोड़ दिया. ഞാൻ പിന്നെ അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞു, എന്നെ പ്രസാദിപ്പിച്ചിട്ട് എന്റെ സഭയിൽ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവം കാണുന്നു എന്റെ ജീവിതം, അതിന്റെ അടിസ്ഥാനത്തിലാ നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മ വേണ്ടത്. मैंने उसके बाद कई मर्तबा कहा, आप मुझे प्रसन्न करते हो, इस आधार पर कलीसिया में संगति में रहने का जरूरत नहीं है, बल्कि परमेश्वर ये देखता है और परमेश्वर की संगति के आधार पर हमारी संगति होना है. ദൈവേഷ്ടം മനസ്സോടെ ചെയ്യുവാൻ നമുക്ക് പറ്റുമോ? परमेश्वर की इच्छा को स्वेच्छा से क्या हम कर सकते हैं? संभव है. എന്നാൽ എന്റെ ഇച്ഛകളെല്ലാം ദൈവേഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. तब मेरी तमाम इच्छाओं को परमेश्वर की इच्छा के लिए समर्पण कर देना है. കർത്താവിന്റെ പൂർണ്ണഹിതം എന്നിൽ നിറവേറുവാനായിട്ട് ഞാൻ അത് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുവാൻ കഴിയണം. परमेश्वर की पूरी इच्छा के लिए मैं वो देता हूँ, सौंपता हूँ, ऐसा हमसे बोलना है. അങ്ങനെയെന്ന് ഒരിക്കലെ മനുഷ്യർക്ക് കാണാനല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് വേണ്ടി പ്രസാദിപ്പിച്ചുകൊണ്ടാണ് എന്റെ ജീവിതം നയിപ്പാൻ കഴിയുന്നത്. तो ऐसा है तो मैं लोगों के लिए जीवन नहीं जीता, मुझे देखने वाले परमेश्वर को प्रसन्न करने के लिए अपनी जीवन को मैं जीता हूँ. നമ്മോട് വ്യക്തിപരമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. हमें व्यक्तिगत तौर पर हमसे ये सवाल करना है, ആര് കാണേണ്ടതിനാണ് ഞാൻ എന്റെ ജീവിതം നയിക്കുന്നത്? कौन देखने के लिए मेरे जीवन को मुझे चलाना है? അടുത്തത് മൂന്നാമത്തെ കാര്യം 23 മത്തായി സുവിശേഷം 23 6 വാക്യം, 5 അവസാനവും 6 വാക്യവും വായിക്കാം. अगला विषय मत्ती का सुसमाचार 23 का 5 का आखिरी भाग और 6 आयत. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു, അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. अपने ताबीजों को चौड़े करते हैं और अपने वस्त्रों के कोरे बढ़ाते हैं, जेवनारों में मुख्य मुख्य जगहों पर और सभा में मुख्य मुख्य आसन और बाजारों में नमस्कार और मनुष्य में रब्बी कहलाना उन्हें भाता है. ഞാൻ അതിന് ചോദിക്കുന്നത്, can we stand in the last in the line of in the last member in the line? क्या मैं एक कतार के आखिरी व्यक्ति होकर खड़ा हो सकता हूँ? നമ്മള് പ്രധാന സ്ഥലമല്ല അന്വേഷിക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞതാ വേണ്ടിയത്. हमें मुख्य जगह को नहीं ढूंढना है, बल्कि सबसे नम्र और दीन जगह को ढूंढना है. ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ എപ്പോഴും വിമുഖത കാണിക്കും, നമ്മൾ താല്പര്യം കാണിക്കില്ല. കാരണം അത് അങ്ങനെ ഞാൻ ആയാൽ എന്തുമായിരിക്കും എന്നുള്ള നമ്മുടെ ചിന്ത. कुछ चीजों में हम कई मर्तबा संकोच करते हैं, तरतराते हैं कि अगर मैं ऐसा करूं तो लोग क्या सोचेंगे मेरे बारे में. എന്നാൽ ദൈവവചനം പറയുന്നത്, കർത്താവ് ശിഷ്യന്മാർക്ക് ഇതേ ദാസ്യത്തെ പഠിപ്പിച്ചത് അവരെ കാലുകളെ കഴുകിയിട്ടാണ്. लेकिन यहाँ पर यीशु मसीह जो चेलों को सिखाता है दासत्व की बातें, उनका पैर को धोकर सिखाया. അവിടുത്തെ പ്രധാന വ്യക്തി യേശു കർത്താവാണ്. वहां का मुख्य व्यक्ति जो है वो यीशु मसीह है. അദ്ദേഹമാണ് ഈ 12 ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകുന്നത്. और वो इन 12 चेलाओं का पाँव धोते हैं. നിങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകുന്നത്, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകുന്നത്, നിങ്ങളും തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകുവെന്ന് അവിടെ നാം വായിക്കുന്നത്. वहां पर ऐसा हम पढ़ते हैं, तुम्हारा गुरु जो मैं जब तुम्हारे पाँव धोता हूँ, तुम आपस में अपने पाँव धोना. നമുക്ക് താഴ്മ ധരിച്ചുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് വെളിപ്പെടുത്താൻ കഴിയുമോ?
हमें नम्रता के साथ दूसरों के सामने क्या प्रकट कर सकते हैं कि मैं परमेश्वर के लिए अपने जीवन को बिताता हूँ। അടുത്തത് ഈ 23 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ റബി എന്ന് വിളിക്കുന്നതിൽ അവർക്ക് വളരെ ഇഷ്ടമാണ്. और अगला जो 7वें आयत में हमने पढ़ा, रबी जो लोग बुलाते हैं उन्हें अच्छा लगता है। ഈ കഴിഞ്ഞ കുറച്ച് മുന്നേ ഞാൻ ഒരാളോട് ചോദിച്ചു, അദ്ദേഹം ഡോക്ടർ എന്ന് വിളിക്കുന്നതിൽ അത് പുള്ളിക്ക് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാ ഈ PhD കിട്ടിയതെന്ന്. तो पिछले दिन में एक बंदे को मिला तो उन्होंने ये इच्छा व्यक्त किया कि उन्हें डॉक्टर बुलाना अच्छा लगता है। तो मैंने उनको पूछा कि आपने कहाँ से PhD किया। അദ്ദേഹം മറുപടി പറഞ്ഞില്ല. उन्होंने उत्तर नहीं दिया। ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് മദ്രാസിലെ 50,000 രൂപ കൊടുത്തിട്ട് പുള്ളി അവർ 3 പേരും കൂടെ PhD വാങ്ങിച്ചതാ. എന്ന് വെച്ചാൽ മേടിച്ചതാ ഡോക്ടർ എന്നുള്ളത്. तो उसके बाद पता चला कि वो लोग ने मद्रास में कहीं 50,000 रुपए देकर उन्होंने वो 2 अक्षर खरीदे थे, DR जो है वो। तो उसके अलावा वो मेहनत से कोई डॉक्टर नहीं कमाया। ഞാനിത് പറഞ്ഞത് നമ്മൾ ഏതെല്ലാം പ്രിയപ്പെടുന്നത്. मेरा कहने का तात्पर्य हमें कि कौन सी बात भाता है। ഞാൻ കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്നതിലുള്ള താല്പര്യവും അതിനുള്ള അഭിമാനവും ഉണ്ടോ? मैं प्रभु का दास से ये कहने में मुझे इच्छा और प्रसन्नता और उसमें मुझे क्या एक घमंड है। ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിലെ മലയാള ഭാഷ എന്റെ ഭാര്യ സഹോദരന്മാർക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. तो हम जहाँ पर बाइबल का क्लास लेते थे वहां पर आपकी धर्मपत्नी मलयालम का क्लास लेती थी। ഈ ശുശ്രൂഷന്മാരുടെ മലയാള ശൈലി നന്നായി കിട്ടുവാനായിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയും അതുപോലെ അവരെ കൊണ്ട് ചില ഭാഗങ്ങൾ വായിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. तो इन सेवकों का जो मलयालम भाषा है उसको थोड़ा सुधार लाने के लिए उनको पढ़ने के लिए और कुछ भाग लिखने के लिए दिया जाता था। അപ്പോൾ അവർ അവധിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവെക്കണം, അതൊന്ന് എഴുതി തരികയും വേണമെന്ന്. तो इनको कहा गया था छुट्टियों में आप जब घर जाके लौटते हो तो वहां पे आपका अनुभव आप कहना है और इसे लिखना भी है। അപ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ അനുഭവം എന്ന് പറഞ്ഞു എനിക്ക് വളരെ സങ്കടമാണ്. तो एक भाई खड़ा होकर बोला, मेरा अनुभव बहुत दुख अनुभव है। അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. तो सब लोगों ने ध्यान दिया कि इसके साथ ऐसा क्या हुआ। അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും തന്നെ ഉപദേശി എന്ന് വിളിച്ചു, അതിൽ തനിക്ക് മനം നൊന്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. जब उनके घर में वो छुट्टी मनाने के लिए पहुंचे तो तमाम लोगों ने उन्हें उपदेशी बुलाया और वो उसे बहुत बुरा लगा। എന്റെ വൈഫ് അവരോട് പുള്ളിക്കാരനോട് ചോദിച്ചു, അല്ല പിന്നെ നിന്നെ ഈ ഉപദേശി പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ നീ വന്നത്, പിന്നെ കളക്ടർ എന്നാണോ നിന്നെ വിളിക്കേണ്ടത്? तो आपकी पत्नी ने उनको पूछा कि आप तो उपदेशी का ही काम करने के लिए यहाँ पर आए हैं, तो आपको उपदेशी नहीं तो क्या कलेक्टर बुलाएंगे? ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞത്, ഓ എനിക്കും വേണം ഡോക്ടർ. आज का जो एक ट्रेंड है वो ये है कि मुझे भी डॉक्टर बनना है। ഇവിടെ കർത്താവ് പറഞ്ഞു, ഈ ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും റബി എന്ന് വിളിക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. तो यहाँ पर यीशु मसीह ने कहा शास्त्रियों को और फरीसियों को रबी बुलाना बहुत प्रसन्नता की बात है। നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കേണ്ടത് ഈ ലോകത്തിനുള്ളവനല്ല എന്നുള്ള ബോധ്യത്തിൽ കർത്താവിന്റെ ദാസൻ എന്നുള്ളതിൽ അറിയപ്പെടുവാനാണ് നാം തയ്യാറാകേണ്ടത്. तो हमारा जो इस संसार में बर्ताव है वो अन्य कोई बात नहीं लेकिन प्रभु का दास होकर जाने जाने में है। നമ്മുടെ ഗുരു ആരായിരുന്നു? कौन हमारा गुरु है? ഇത് എല്ലാവിധ കഷ്ടതയിലൂടെ കടന്നു പോകാൻ തയ്യാറുള്ളവനായിരുന്നു. जो तमाम कष्ट अनुभव से गुजरने के लिए तैयार था। ഇത് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി തരുവാൻ തയ്യാറുള്ളവനായിരുന്നു. हमारे लिए अपनी जीवन तक देने के लिए जो तैयार था। നാം തിരുവചനം വായിക്കുന്ന അവസരത്തില് കർത്താവിന്റെ മുഖത്ത് നോക്കി തുപ്പുക, അവന്റെ മുഖത്തെ രോമം പിഴിയുക എന്നൊക്കെയാണ് നാം വായിക്കുന്നത്. परमेश्वर का वचन में हम देखते हैं हमारे यीशु मसीह के मुंह पर थूका गया और उसका बाल जो थे उसके चेहरे के बाल को नोचा गया। മത്തായി സുവിശേഷം 26 അധ്യായത്തിന്റെ 65-68 വാക്യങ്ങൾ ഇതാണ് നാം വായിക്കുന്നത്.
मत्ती 25 का 65 में आगे हम इस बात को पढ़ते हैं। ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു. 67. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. तब उन्होंने उसके मुंह पर थूका और उसे घूसे मारे और उन्हें थप्पड़ मार के कहा, हे मसीह, हमें भविष्यवाणी करके कहो कि किसने तुमसे ये किया। കർത്താവ് ഒരിക്കലും ഇവിടെ മേന്മയേറിയ ഒരു വലിയ പല്ലക്കിൽ സഞ്ചരിക്കാനല്ല വന്നത്. वहां पर परमेश्वर कभी भी एक शाही पल्लक पर सफर करने के लिए नहीं आया, എന്നാൽ നമ്മോടൊത്ത് വസിപ്പാൻ, लेकिन हमारे साथ वास करने के लिए, നമ്മുടെ കഷ്ടതകളിൽ പങ്കാളിയാകുവാൻ, हमारे कष्ट में सहभागी होने के लिए। പൗലോസ് അതുകൊണ്ടാണ് തിമത്യോസിനെ ലേഖനം എഴുതുമ്പോൾ 1 തിമത്യോസ് 3 അധ്യായത്തിന്റെ 1 വാക്യം, पहली तिमुथियुस 3 का पहला आयत, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. यह बात सत्य है कि जो अध्यक्ष होना चाहता है तो वह भले काम की इच्छा करता है। ഇത് പലപ്പോഴും നമ്മള് വായിക്കാറുണ്ട്. നല്ല കാര്യമാണ് അവൻ സുവിശേഷ വേലയ്ക്ക് വന്നല്ലോ, ശുശ്രൂഷകനായല്ലോ എന്നുള്ളത്. ये अच्छा काम है कि वो सुसमाचार सुनाने के लिए, उपदेश बनने के लिए, प्रभु का दास बनने के लिए आया। പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ താനെ ജയിലിൽ കടന്നിട്ടാ പറയുന്നത്. और प्रेरित अपोस्तल जब ये कहता है, वो बंदी गृह से ये बात को कहता है। പൗലോസ് പറയുന്ന എന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ അത് വലിയൊരു കാര്യമാണെന്നാ പറയുന്നത്. पौलुस कहता है कि मेरे कष्ट अनुभव में सहभागी होने के लिए आप लोगों ने जो मान्यता दिखाई है वो बहुत बड़ी बात है। ഞങ്ങൾ കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ कोഴിക്കോട് में आप लोग जब सेवा कर रहे थे, ഒരു പ്രിയ സഹോദരൻ എന്റെ അടുത്ത് പഠിക്കാനായിട്ട്, വചനം പഠിക്കാനായിട്ട് വന്നു. एक प्रिय भाई वहां पर सीखने के लिए आया। ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ വരുന്നവർക്കെല്ലാം, ഞങ്ങളോട് കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഒരു പായ കൊടുക്കും. പായല കിടക്കുന്ന ആർക്കും കട്ടിലില്ല. मैंने कहा कि यहाँ पर जो सीखने आते हैं उन तमाम लोगों को हम चटाई देते हैं, किसी को भी बिस्तर नहीं मिलता। ഭക്ഷണം നമ്മൾ തന്നെയാണ് പാകം ചെയ്യുന്നത്. खाना हम लोग ही बनाते हैं। അതിനെ വിറക് വെച്ച് കരിയുള്ള പാത്രമാണ്. അത് കരിക്കാലം കഴുകുക, മുറ്റം അടിക്കുക, തൂക്കുക, എല്ലാ കാര്യങ്ങളും നമ്മളാ ചെയ്യുന്നത്. और उसके लिए हम तमाम बातों को हम ही करते हैं। वो चारकोल के साथ उसको बनाया जाता है, काला बर्तन में उसको बनाया जाता है, उसको साफ करना, ये तमाम बातें हम ही को करना है। അത് ആദ്യ ദിവസം ഞാനും അദ്ദേഹവും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ തന്നെയാണ് ഇവരെ സാമ്പാർ പഠിപ്പിച്ചത്, സാമ്പാർ ഉണ്ടാക്കാൻ. तो पहले दिन के बाद उन खाने के लिए बैठे तो उस दिन मैं स्वयं उनको सांबार बनाना सिखाया। കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെയുള്ള അസൈൻമെന്റ് അല്ലെങ്കിൽ ആ ഡ്യൂട്ടി എനിക്കും കിട്ടും. ഞാനും കുക്ക് ചെയ്ത് കൊടുക്കും അവർ. क्योंकि जैसे बच्चों को कामकाज दिया जाता है, बिल्कुल वैसे ही मेरा भी नंबर आता है, मुझे भी वो उसमें भागी होना पड़ता है। ഒരാഴ്ച അദ്ദേഹം ഞങ്ങളോട് കൂടെ നിന്നേച്ച് എന്നോട് പറഞ്ഞു, സാറേ ഇതല്ല ഞാൻ വിചാരിച്ചത്. एक हफ्ता मेरे साथ रुकने के बाद उन्होंने बोला, सर जी मैंने ये नहीं सोचा था। അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്? तो मैंने उनको पूछा कि आपके मन में क्या था? അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ കണ്ട ഉപദേശിമാരെല്ലാം വെള്ള വസ്ത്രം, വെള്ള ഷർട്ടും വെള്ള പാന്റും ഇട്ട് നടക്കുന്നവരാണ്. तो उन्होंने कहा, मैंने जितने भी उपदेशियों को देखा है वो सफेद कपड़ा और सफेद पैंट ऐसा पहनकर सफेद कपड़ों में चलते हैं। മിക്കവാറും എല്ലാവർക്കും ഒരു ബൈക്കുണ്ട്. अधिकतर तमाम लोगों के पास एक गाड़ी होता है। എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. और सबके हाथ में एक मोबाइल फोन है। അതുപോലെ മിക്കവാറും എല്ലാവർക്കും കോൺക്രീറ്റ് കെട്ടിടം, നല്ല വീടുണ്ട്. और तमाम लोगों के पास अच्छा घर है। ഞാൻ അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വന്നതെന്ന്. और इस अपेक्षा में मैं यहाँ पर आया। അതുകൂടാതെ ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനും മുറ്റം തൂക്കാനും ടോയ്ലറ്റ് കഴുകാനും അതിനൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലെന്ന്. तो यहाँ पर खाना बनाने के लिए, साफ सफाई करने के लिए, कपड़े धोने के लिए, इसमें मैं कोई रुचि नहीं रखता। ഞാൻ പറഞ്ഞു, പ്രിയ സഹോദര, തുറന്നു പറഞ്ഞതിന് വളരെ നന്ദി.
അടുത്ത സ്പീഡ് ഉള്ള ബസ്സില് തിരിച്ച് നാട്ടിലോട്ട് പോകാം, വണ്ടിക്കൂലി തരാം, ഇത് തുടരണമെന്ന് ഒരു താല്പര്യമില്ല. मैंने कहा भाई अच्छा हो गया आपने इसको खुलकर बता दिया, आपको यहाँ रुकने की कोई जरूरत नहीं है, अगला जो तेज गाड़ी आएगा उसमें चढ़कर आप घर लौट जाओ, गाड़ी का भाड़ा भी मैं दे देता हूँ. ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന അവനോട് അനുരൂപരാകാനാ. ये कहने का तात्पर्य ये परमेश्वर ने हमें बुलाया है ताकि हम उसके अनुरूप हो जाए, उसके जैसा बन जाए. അത് ജീവിത ശൈലിയിലുള്ള മാറ്റത്തോടു കൂടെയുള്ള അനുരൂപപ്പെടലാണ് നടക്കേണ്ടത്. और हमारे जीवन के शैली, स्वभाव, चाल चलन के साथ जो बदलावट अनुरूप होता है, वैसा एक अनुरूप हमें होना है. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് പരമേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കേണ്ടത്, എനിക്കൊരു വ്യത്യസ്തനായി ജീവിപ്പാനായിട്ട് താല്പര്യമുണ്ടോ എന്നാണ്. हमारे जीवन को परमेश्वर के हाथों में देखकर हमें ये सवाल करना है, क्या मैं एक अलग जीवन जीने के लिए तैयार हूँ. അടുത്ത കർത്താവ് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച്, അതിന്റെ 23 അധ്യായത്തിന്റെ 13 വാക്യം. अगला वचन जो यीशु मसीह कहता है उस पर हम गौर करें. मत्ती का सुसमाचार 23 उसका 13वां आयत. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. हे कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम मनुष्यों के विरोध में स्वर्ग के राज्य का द्वार बंद करते हो, ना तो आप ही उसमें प्रवेश करते हो और ना उसमें प्रवेश करने वालों को प्रवेश करने देते हो. എന്താണ് കർത്താവ് ഇവിടെ പറയുന്നത്? यहाँ पर परमेश्वर क्या कहता है? നമ്മുടെ ജീവിതത്തിൽ വേണ്ടി മാറ്റങ്ങൾ ഇല്ലാതെ നാം അതിശക്തമായിട്ട് മറ്റുള്ളവരെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. हमारे जीवन में बदलावट ना करते हुए बहुत ही सामर्थ्य से हम लोगों को इस ओर आमंत्रण करते हैं. മത്തായി സുവിശേഷം 18 അധ്യായത്തിന്റെ मत्ती 18वां अध्याय അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. 3 और 4 आयत. നിങ്ങൾക്ക് ഇനി ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. और कहा, मैं तुमसे सच कहता हूँ, यदि तुम न फिरो और बालकों के समान न बनो तो स्वर्ग के राज्य में प्रवेश करने नहीं पाओगे. जो कोई अपने आप को इस बालक के समान छोटा करेगा वह स्वर्ग के राज्य में बड़ा होगा. ഒരു ശിശുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ ശിശുവിന്റെ താഴ്മയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുമോ? एक बालक के स्वभाव या एक बालक की नम्रता की ओर क्या हम आ सकते हैं? എങ്കിൽ മാത്രമാണ് നാം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. മാത്രമല്ല മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് മാതൃകയാകാനും കഴിയുള്ളൂ. अगर ऐसा है तो ही हम स्वर्ग राज्य में प्रवेश कर सकते हैं और दूसरे लोग प्रवेश करने के लिए हम आदर्श बन सकते हैं. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ये थोड़ा मुश्किल है. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് 2 വഴികളുണ്ട്. ഒന്ന് വിശാല വഴിയാണ്, മറ്റൊന്ന് വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. इसीलिए यीशु मसीह ने कहा 2 मार्ग है, एक जो है सफेद है, छोटा मार्ग है, दूसरा सकरा है, महामार्ग है. മത്തായി സുവിശേഷം 7 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ വായിക്കുന്നു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. मत्ती का सुसमाचार 7वां अध्याय 13 और 14वां आयत. सकेत फाटक से प्रवेश करो, क्योंकि चौड़ा है वो फाटक और चाकल है वो मार्ग जो विनाश को पहुंचता है, और बहुतेरे है जो उससे प्रवेश करते हैं. क्योंकि सकेत है वो फाटक और सकरा है वो मार्ग जो जीवन को पहुंचता है, और थोड़े है जो उसे पाते हैं. ഞാനിത് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളെ കുറിച്ച് വിഷമമുണ്ട്. जब मैं ये कहता हूं तो कुछ बातों को लेकर मुझे दुख होता है. കാരണം ഈ വൈറസ് നിമിത്തം നമ്മുടെ കൂടിവരവുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. क्योंकि ये वायरस के कारण हमारा जो संगति और एकत्रित आना ये सब ठप हो गया.
അതുകൊണ്ട് അതിനെ ആ ആത്മീയ കൂട്ടായ്മ നഷ്ടപ്പെടാതിരിക്കാനാണ് നമുക്ക് ഈ സൂം മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തത്. और उस आत्मिक संगति हम नष्ट ना हो इसलिए ऐसा ऑनलाइन मीटिंगों का आविष्कार किया गया. അപ്പോൾ ഇതാ ഓൺലൈൻ മിനിസ്ട്രി എന്നും പറഞ്ഞേച്ച് ഒരു വ്യക്തി ശക്തമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതാ ഓൺലൈൻ മിനിസ്ട്രിക്ക് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞേച്ചു വരും. अब एक व्यक्ति आता है कि मैं ऑनलाइन मिनिस्ट्री करने के लिए तैयार हूं, ऐसा कह के एक बंदा आगे आता है. സങ്കടകരമാണ്. बहुत दुख की बात है. ഇത് നമ്മുടെ കൂട്ടായ്മകൾക്കൊന്നും ഈ സൂം മിനിസ്ട്രി അല്ലെങ്കിൽ സൂം മീറ്റിംഗ് നമുക്ക് പര്യാപ്തമല്ല. എന്നാൽ ഇത് നമ്മൾ നടത്തുന്ന നമുക്ക് ആത്മീയ പ്രചോദനത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ये जूम मीटिंग या ऑनलाइन मीटिंग वगैरह जो है हमारी संगति और एक साथ मिलने का कोई भी एक बदल नहीं है. हम ये इसलिए करते हैं क्योंकि हम लोग आशा और हम और प्रज्वलित होने के लिए और हमारा संयम और बढ़ने के लिए हम इसको करते हैं. എപ്പോഴാണ് ലോക്ക്ഡൌൺ നിയന്ത്രണം എടുത്തു കളയുന്നതില് അന്ന് നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയണം. അതുകൂടാതെ സൂം തന്നെ ഇനി ജീവിതകാലം മുഴുവനെന്ന് ആരും ചിന്തിച്ചു പോകരുത്. तो जिस दिन ये लॉकडाउन समाप्त होगा तुरंत हमें एक साथ मिलना है, संगति करना है. उसके अलावा कोई ये नहीं सोचना जीवन भर जूम और ऑनलाइन मीटिंग के साथ ही हम लोग चलेंगे. നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കണമെന്നവരിലെ കഷ്ടതയുടെ പ്രയാസത്തിന്റെ സ്ട്രഗിളിന്റെ ഒരു ജീവിതം തന്നെ നമുക്ക് ആവശ്യമാണ്. अगर स्वर्ग राज्य में प्रवेश करना है तो कष्ट का, उपद्रव का, क्लेश का और एक झुंझलाहट का जीवन को हमें बिताना है. ഇവിടെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ചെയ്യുന്നത് ഇത് മറ്റുള്ളവർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുകയാണ്. यहाँ पर फरीसी और शास्त्री करते क्या है, दूसरों के लिए स्वर्ग राज्य का द्वार को बंद कर देते हैं. എങ്ങനെയാണിത് ചെയ്യുന്നത്? और ये कैसा किया जाता है? ഒരു ശിശുവിൻ്റെതായിട്ടുള്ള താഴ്മ വിനയം ഇവ നമുക്ക് കൈവരുവാൻ കഴിയുന്നില്ല. अगर एक बालक के नाई हमारा स्वभाव और हमारी नम्रता, दीनता नहीं होता तब അത് നിമിത്തം മറ്റുള്ളവർക്കുള്ള പ്രവേശനം കൂടെ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. उस कारण हम दूसरों का प्रवेश के लिए भी हम ठोकर बन जाते हैं. ഞാൻ സാധാരണ പറയാറുണ്ട്, ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ സേവനവും ഇത്രയും ലളിതമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷ നമ്മൾ നിവൃത്തിയാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. मैं अक्सर कहता हूं अगर हमारा मसीही विश्वास और मसीही जीवन इतना सरलता से एक बार हम समझ जाए तो मसीही जीवन और आत्मिक जीवन बिताने के लिए हमें कोई मुश्किल नहीं होगा. ഇത് വളരെ എളുപ്പമാണ് കർത്താവിനെ അനുഗമിക്കുന്നത്. यीशु मसीह के पीछे होना बहुत आसान है. അതിന് വലിയ വിദ്യാഭ്യാസം ആവശ്യമില്ല. उसके लिए बहुत बड़ा शिक्षण का जरूरत नहीं, പണം ആവശ്യമില്ല, पैसों की जरूरत नहीं, കഷ്ടപ്പെട്ട് ദൂരയാത്ര ചെയ്യേണ്ട, कष्ट करके बहुत दूर या तीर्थ यात्रा करने की जरूरत नहीं. വളരെ ലളിതമായി യേശുവെ അങ്ങ് നിന്റെ ഹൃദയത്തിലേക്ക് വരണം, എനിക്ക് അങ്ങയുടെ മകനായി മകളായിട്ട് ജീവിക്കണം. बहुत सरलता से यीशु मसीह मुझे आपका बेटा बेटी बनकर जीना है, इतना कहना. അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. और उसके लिए मैं अपने आप को समर्पण करता हूँ. അങ്ങയുടെ ആജ്ഞകളെല്ലാം ഞാൻ അനുസരിച്ചു കൊള്ളാം. आपकी तमाम आज्ञाओं को मैं मानूंगा. എന്റെ പരിമിതികളിൽ നിന്ന് ഞാൻ ഇവയെല്ലാം കർത്താവെ അങ്ങയിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയണം. और मेरी जो सीमा है उस सीमा में मैं सब कुछ आपके हाथों में सौंपता हूँ. അങ്ങനെയെന്ന് ഒരിക്കലും നമ്മെ ദൈവ സന്നിധിയിലേക്ക് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് ദൈവം വഴികളെ നൽകി തരും. अगर ऐसा है तो अनंतता में प्रवेश करने के लिए परमेश्वर हमारे लिए मार्ग को खोलेगा. അടുത്തത് 23 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നു, ശാസ്ത്രിമാർക്കും പരീക്ഷമാർക്കും അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ് അതിന്റെ 13ന്റെ ആ മിഡിൽ ഭാഗം, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. तो वहां पर ये लिखा है कि जो 13वां अध्याय हमने पढ़ा था उसी के साथ में है कि हम विधवाओं को और उनके घरों को हमने उनका ख्याल नहीं करते. ദൈവം നമ്മുടെ പ്രാർത്ഥന പരിശോധിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയുമോ? परमेश्वर हमारी प्रार्थनाओं को सुनता है या उसका उत्तर देता है, ऐसा हम क्या सोच सकते हैं? നമ്മുടെ പ്രാർത്ഥനയിലെ നമ്മുടെ ഗ്രാമറോ ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്.
हमारे प्रार्थना में हमारा व्याकरण ये वो नहीं देखता। നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുതെന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം വായിക്കുന്നു. मत्ती 6:5 में यीशु मसीह ने कहा, जब तुम प्रार्थना करो तो कपटियों की नाई ना करो। അവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. लोगों को देखने के लिए सड़कों पे और मंदिरों के मोड़ों पर वो प्रार्थना करते हैं। ഞാന് ഒരവസരത്തില് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയില് ദൈവാത്മാവ് എന്നോട് അന്ന് സഭയിൽ ചോദിക്കാനായിട്ട് പറഞ്ഞു, ആരാണ് വീട്ടിൽ ചെന്നേച്ച് ഇന്നത്തെ എന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് മകളോട് ചോദിച്ച്, കൊള്ളാമോ, അവരെല്ലാവരും നല്ല രീതിയിലല്ലേ, നല്ല ഭാഷയിലല്ലേ ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കാറില്ലയോ എന്ന് ഞാൻ സഭയിൽ ഇങ്ങനെ ചോദിച്ചു. एक बार मैं जिस कलीसिया में सेवकाई करता था, पवित्र आत्मा से प्रेरित मैंने एक सवाल किया कि कौन लोग हैं जो घर लौटकर अपने बच्चों से या बेटी से पूछता है कि मेरा प्रार्थना कैसा था, सब लोगों से उत्तम था ना, मैंने कैसा प्रार्थना किया, सामर्थ्य से प्रार्थना किया, ये सवाल किया। ഒരു സഹോദരി പറഞ്ഞു, സാറേ അത് ഞാനാ വ്യക്തി. एक बहन ने बोला, पास्टर मैं वो व्यक्ति हूँ। നമ്മുടെ വാക്കുകളില് അല്ലെങ്കിൽ നമ്മുടെ പ്രാസം ഒപ്പിച്ചുള്ള പ്രാർത്ഥനയല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണ് ദൈവം നോക്കുന്നത്. हमारी व्याकरण या भाषा की निपुणता परमेश्वर नहीं देखता, वो हमारे हृदय को देखता है। ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് എന്റെ വേദനകള്, എന്റെ ഭാരങ്ങള് എല്ലാം കർത്താവിന് അറിയാം. അത് ദൈവസന്നിധിയിൽ തുറന്ന മനസ്സോടെ എനിക്ക് അറിയാവുന്ന ഭാഷയിലെ ശൈലിയിൽ നാം പറഞ്ഞാൽ മതി. हृदयों को जानने वाला परमेश्वर मेरे तमाम दुख और दर्द को वो जानता है और उसे परमेश्वर के सामने खुलासा करना है, जिस भी भाषा मुझे आता हो उस भाषा में। മറ്റുള്ളവരെ കാണേണ്ടതിനോ അവരെ കേൾപ്പിക്കേണ്ടതിനുമല്ല, ദൈവം കേൾക്കേണ്ടതിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. दूसरे देखने के लिए या प्रशंसा करने के लिए नहीं, परमेश्वर को सुनने के लिए हमें प्रार्थना करना है। ഞങ്ങൾ കോഴിക്കോട് പ്രവർത്തിക്കുന്നിടത്ത് അവിടെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ അവിടെ മീറ്റിങ്ങിന് ഏകദേശം ഒരു 150 പേര് ആരാധനയ്ക്ക് കൂടുന്നത്. कोഴിക്കോട് में जहाँ हम सेवा करते हुए रहते हैं, वहां पर एक संगति है, लगभग 150 लोग वहां जमा होते हैं। അതിന്റെ ചുറ്റുപാടും ഉള്ളവർ മുഴുവൻ ഹിന്ദുക്കളും അതേപോലെ ഈ സുവിശേഷ വിരോധികളും ഉള്ളിടത്താണ് ഈ ആരാധന നടക്കുന്നത്. और उसके इर्द गिर्द में काफी अन्य धर्म के लोग और सुसमाचार के विरोधी लोग बहुत से रहते हैं। അവിടെ തെക്ക് നിന്ന് ഒരു സഹോദരൻ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഈ ചുറ്റുപാടുള്ളവരിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്ന്. तो वहां पर दक्षिण से एक व्यक्ति आकर बोला कि जब आप लोग ऐसे जोर से ताली बजाकर आवाज उठाकर आराधना करते हैं तो पड़ोसी को क्या कोई तकलीफ होता है? അവിടുത്തെ ശുശ്രൂഷയിൽ ചുമതലയുള്ള പ്രിയ സഹോദരൻ പറഞ്ഞു, എന്റെ സാറേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഇങ്ങനെ ചെതറിയല്ല പോകുന്നു, നേരെ മേളിലോട്ടാ പോകുന്നു, അതുകൊണ്ട് ചുറ്റുപാടുള്ളവർക്ക് ഒരു പ്രശ്നമില്ല. तो वहां का जो सेवक था उन्होंने बोला कि भाई साहब, जब हम लोग आराधना करते हैं तो हमारी आवाजें बिखरती नहीं है, बल्कि वो सीधे ऊपर पहुंचता है, इसलिए पड़ोसी को किसी को भी कोई तकलीफ नहीं है। കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിപ്പാനും ഹൃദയംഗമാണെന്ന് വരികിലെ ആർക്കും ഒരു പ്രയാസമില്ല, നേരെ ദൈവസന്നിധിയിലേക്കാണ് കയറുന്നത്. परमेश्वर की आराधना करने का बात है, अगर हम अपने हृदय से करते हैं तो किसी को तकलीफ नहीं होगा, वो सीधे ऊपर स्वर्ग में पहुंचता है। അടുത്തത് കർത്താവ് ഈ പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് പറഞ്ഞ 14-ാം വാക്യം. उसके बाद फरीसियों और शास्त्रियों के बारे में जो कहा 14वां आयत, 23:14 13 का 14, 23 का 14। കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തിനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യൻ ആക്കുന്നു. हे कपटी शास्त्री और फरीसियों, तुम पर हाय, तुम एक जन को अपने मत और लाने के लिए सारे जल और थल से फिरते हो, और जब हम मत में आ जाते हो तो उसमें अपना से दुना नरकिया बना देते हो। ഇത് വളരെ ചിന്തനീയമാണ്. ये बहुत सोचने का विषय है। സുവിശേഷീകരണം
വളരെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട്. सुसमाचार बहुत सामर्थ्य से करते हैं, എന്നാൽ അവര് കർത്താവിനെ അംഗീകരിച്ച് നമ്മുടെ സഭയിൽ വരുന്ന അവസരത്തില് അവരുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ബന്ധം അവരെ വചനത്തിൽ കൂടുതൽ ഉറപ്പിക്കുന്നതിനും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനുള്ള മുഖാന്തരമായിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. लेकिन वो जब हमारी कलीसिया में आते हैं तो हमारी जो संगति है, हमारा जो प्रचार है, वो उनका जीवन परमेश्वर की ओर और नजदीक करने के लिए और सुधारने के लिए है या नहीं, इस सवाल को हमें करना है। നാം എത്ര ദൂരം പോയി സുവിശേഷം അറിയിച്ചു എന്നുള്ളതല്ല, നാം അറിയിക്കുന്നത് അവര് ഹൃദയങ്ങളിൽ പതിയുവാൻ ഇടയുണ്ടാകുന്നുണ്ടോ എന്നാണ്. हम जितनी दूर जाके सुसमाचार सुनाते हैं ये नहीं, लेकिन जो हम सुनाते हैं वो क्या उनके हृदय में छप जाता है, ये सवाल है। ഞാന് എന്റെ മനസ്സിൽ കയറി വരുന്ന ഒരു കഥയുണ്ട്. मेरे मन में एक ऐसा एक कहानी आता है। ഒരു മനുഷ്യൻ തന്റെ മക്കളെ ഇരുവരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കി. एक व्यक्ति ने अपने दोनों बच्चों को परमेश्वर की सेवा के लिए तैयार किया। മൂത്തവനോടും ഇളയവനോടും പറയാറുണ്ട്, നിങ്ങൾ എവിടെ പോയാലും മറക്കരുത്, എല്ലായിടും അടയാളം വെക്കണം, അടയാളം വെക്കണമെന്ന്. छोटा और बड़ा दोनों बेटों से हमेशा कहते थे, तुम जहां पर भी जाओगे भूलना नहीं, तुम एक निशान छोड़ना। മൂത്തവൻ തയ്യാറായി അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവന്റെ കയ്യിൽ ചില കത്തി, പെയിന്റ്, ബ്രഷ് ഇതെല്ലാം എടുത്തേച്ച് അവൻ പോയത്. तो बड़ा भाई जब वो सुसमाचार सुनाने के लिए वो अपने हाथ में एक छुरी, थोड़ा पेंट, इन सामानों को लेकर गया। അവൻ പോയിടത്തെല്ലാം അവൻ അവിടെ പ്രത്യേക അടയാളം ഉണ്ടാക്കി. और वो जहां जहां भी जाता वो वहां पर एक खास निशान छोड़ता। അവന് കുരിശു വരച്ചു, മറ്റിടത്ത് അവൻ അവിടെ ചെന്നതിന്റെ അടയാളമായിട്ട് മരത്തിലെല്ലാം കുത്തിവെച്ചു. അങ്ങനെ അവൻ പോയിടത്തെല്ലാം അടയാളം ഉണ്ടാക്കി. ऐसे कई जगहों पर उसने सलीब का निशान बनाया, कई जगह पर कुछ और निशान बनाया। ऐसा जिधर भी वो गया उन तमाम जगहों पर उसने अपने निशान को छोड़ा। ഏകദേശം ഒരു വർഷത്തിന് ശേഷം താൻ നാട്ടിലോട്ട് തിരിച്ചു വന്നു. लगभग 1 साल के बाद वो अपने गांव फिर लौट आया। തന്റെ പിതാവിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, പോയിടത്തെല്ലാം അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട്. अपने पिता से कहा, मैंने ऐसा ही किया जैसे आपने मुझे बताया था, जहां भी मैंने गया मैंने अपने निशान को छोड़ा है। പിതാവിനെ അവിടെ കൊണ്ട് കാണിക്കുവാനായിട്ട് അവര് രണ്ടുപേരും കൂടെ പോയി. और पिता को उन जगह दिखाने के लिए वो दोनों साथ गए। പോയിടത്തെല്ലാം ഇതേ കാണിച്ചു കൊടുത്തു. ഞാൻ ഇറങ്ങിയ കപ്പൽ ഇറങ്ങിയെടുത്ത് നോക്കിക്കുക, ഒരു കുരിശ് അവിടെ വരച്ചിട്ടുണ്ട്, അത് ഭംഗിയായിട്ട് അപ്പുറത്ത് വരച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി അവൻ ഭിത്തിയിലും മരത്തിലും പോയിടത്ത് എല്ലാം ഇതേപോലെ പല അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്, അതെല്ലാം കൊണ്ട് കാണിച്ചു. तो ऐसे वो अपने पिताजी को दिखाने के लिए ले गया, जहां पे जहां सुतरा वहां पर दिखाए, देखो यहाँ पर मैंने सलीब बनाया, निशान बनाया, और उस तरफ तो और भी बेहतर बनाया। ऐसे जहां भी उसने निशानों को बनाया, इन तमाम बातों को पिताजी को दिखाया। പിതാവും അവനും വളരെ പട്ടിണി കിടന്നു, ഭക്ഷണമില്ലാതെ വളരെ ക്ഷീണരായിട്ടാണ് തിരിച്ചു വീട്ടിലോട്ട് എത്തിയത്. और पिता और वो दोनों काफी खाना बिना ना मिला, भूखे पेट ऐसे वो घर लौट आए। കുറച്ചു കഴിഞ്ഞിട്ട് ഇളയ മകൻ പറഞ്ഞു, അവനെയും അപ്പൻ പ്രാർത്ഥിച്ചയച്ചു. थोड़े समय के बाद जो छोटा बेटा था उसे भी प्रार्थना करके पिता ने भेजा। അവനോട് പറഞ്ഞു, മോനെ മറക്കല്ലേ, പോകുന്നിടത്തെല്ലാം നീ അടയാളം വെക്കണം എന്ന്. और उससे भी कहा, बेटा भूलना नहीं, जहां भी आप जाओ आप अपना निशान लगाना। അവൻ എവിടെയും അവന് പെയിന്റോ കത്തിയോ ഒന്നും എടുക്കാതെ അവൻ പോയത്. वो अपने हाथ में छुरा, पेंट या बिल्कुल कुछ भी नहीं लिया, वो ऐसा ही चला गया। അവൻ ചെന്നിടത്തെല്ലാം അവനെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. वो जहां पर भी गया वहां पर उसका उद्धार किया हुआ यीशु मसीह के बारे में कहने लगा। ആ യേശു നിന്റെ ജീവിതത്തിലും പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് പറഞ്ഞു. यीशु तुम्हारे जीवन में कार्य करने के लिए सामर्थ्य है, ऐसा कहा। പലരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. बहुत लोगों ने यीशु मसीह को उद्धारकर्ता के तौर पर स्वीकार किया। കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരാം. कुछ सालों के बाद उसने कहा, मैं मेरे घर जाकर लौट आता हूँ। അവനെ യാത്രയാക്കുവാൻ ആ വില്ലേജിലുള്ള ആളുകളെല്ലാം ഇതേ കപ്പലോളം വന്ന് അവനെ വളരെ സങ്കടത്തോടെ യാത്ര അയച്ചു. നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചയച്ചു. और उसको यात्रा करने के लिए, उसे बेचने के लिए वो गांव के तमाम लोग जमा हो गए और बहुत दुख के साथ उसे वहां से भेजा। അവൻ വീട്ടിൽ വന്നു, അപ്പനോട് പറഞ്ഞു, ഞാന്
പോയടത്തെല്ലാം അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൻ വന്ന് കാണണമെന്ന്. उसने पिता से कहा, मैं जहां भी गया मैंने अपना एक निशान बनाया है, आप आके देख लेना. അങ്ങനെ അപ്പൻ അവന്റെ കൂടെ ഇവൻ പോയ സ്ഥലങ്ങളിലോട്ടൊക്കെ വന്നു. और ऐसे पिता उसके साथ जहां पर भी ये गया उन जगहों पर आया. ഇതേ കപ്പൽ ഇറങ്ങിയത് മുതലേ ആളുകള് കൂട്ടം കൂട്ടമായിട്ട് വരികയാണ്. നമ്മളോട് ഈ സത്യസുവിശേഷം പറഞ്ഞ് നിത്യജീവനെ കുറിച്ച് പറഞ്ഞെന്ന് അദ്ദേഹവും തന്റെ പിതാവും ഇതാ വന്നിരിക്കുന്നു. तो ऐसा जब से वो जहाज उतरा वहां से तमाम लोग आके मिलने लगे कि जिस व्यक्ति ने हमें सच्चाई का सुसमाचार सुनाया वो और उसका पिता अब आ रहा है. ഇതേ വില്ലേജുകാരെല്ലാം വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അവർ വീടുകളിൽ കൊണ്ടുപോയി അവർ ഭക്ഷണം നൽകി, വലിയ വലിയ സ്വീകരണങ്ങൾ നൽകി. और उस गांव के तमाम लोगों ने आकर इनको स्वीकार किया, अपने घरों में ले गए, खाना दिया और ऐसा एक बहुत बड़ा उनका स्वागत किया. തിരിച്ച് അപ്പൻ പോകുന്ന അവസരത്തില് നല്ല സന്തോഷത്തിൽ ഇവരെല്ലാം കൂടെ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇനിയും താമസിക്കണം, നിങ്ങൾ ഇനിയും താമസിക്കണം. और उसके बाद जब पिता वहां से लौटा तो बहुत खुश हुआ. ये लोग आके बोलने लगे कि आप लोग और रहना हमारे बीच में. മൂത്ത മകൻ എവിടെയാണ് അടയാളങ്ങൾ ഉണ്ടാക്കിയത്? बड़े बेटे ने कहां पर निशान बनाया? രണ്ടാമത്തവൻ എവിടെയാണ് അടയാളങ്ങൾ വെച്ചത്? और दूसरे ने कहां पर अपना निशान को बनाया? ഇത് നമുക്കൊരു വലിയ ചിന്തയായി മാറട്ടെ. ये हमारे लिए एक बहुत बड़ा सोच बने. നമുക്ക് ചോദിക്കേണ്ടത് ഞാൻ എത്ര പേരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാ ചോദിക്കേണ്ടത്. हमें ये पूछना है, मैंने कितने लोगों को प्रेरित किया है? അവര് ഹൃദയങ്ങളിൽ ദൈവവചനം എഴുതപ്പെടുവാനുള്ള മുഖാന്തരങ്ങൾ ഞാൻ മുഖാന്തരം ഉണ്ടായിട്ടുണ്ടോ എന്നാ ചോദിക്കുക. उनके हृदय में परमेश्वर का वचन लिखे जाना मेरे कारण से हुआ है या नहीं, ये सवाल करना है. അങ്ങനെയെന്ന് വരികില് നാം പോയാലും അല്ലെങ്കിൽ നാം അവിടെ വിട്ടുപോയാലും അവര് കണ്ട സ്നേഹിച്ച കർത്താവിനെ വിട്ടു ഒരിക്കലും മാറുകയില്ല. और अगर ऐसा है तो हम भले वहां से निकल जाए, हम चले जाए, लेकिन जिस परमेश्वर को, यीशु मसीह को उन्होंने भेंट किया है, उस मसीह को वो कभी नहीं छोड़ेंगे. അങ്ങനെയെന്ന് വരികില് സുവിശേഷത്തിന് എത്ര ദൂരമോ പോകുന്നുള്ളതല്ല, നാം ആയിരിക്കുന്നിടത്ത് നമുക്ക് വിശ്വസ്തരായിട്ട് തുടരാൻ കഴിയും. तो ऐसा है तो हम सुसमाचार सुनाने के लिए कितने दूर गए वो नहीं, लेकिन जहां जाएंगे विश्वासियों की होकर सच्चाई से खड़े हो पाएंगे. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ദൈവത്തിൽ പരിശോധിക്കണം. अब हमारी रोज के जीवन में परमेश्वर के सामने इसको परखना है. 23 അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങളും ഇത് കപടഭക്തിക്കാരെ കുറിച്ചുള്ള ആ വലിയ ചിന്തയാണ് അവിടെ പറയുന്നത്. 23वें अध्याय में यहाँ पर कपटी लोगों के बारे में बहुत बड़ा विचार वहां पर लिखा गया है. എന്നിട്ട് അതിന്റെ 23 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. उसके 23वें आयत की ओर हम आएंगे. അവിടെ കർത്താവ് പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. എന്താണ് ഇവിടെ കർത്താവ് പറയുന്നത്? यहाँ पर, हे कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम पुदीने और सौंफ और जीरे का 10वां अंश देते हो, परंतु तुमने व्यवस्था की गंभीर बातों को अर्थात न्याय और दया और विश्वास को छोड़ दिया है. चाहिए ताकि इन्हें भी करते रहते और इन्हें भी न छोड़ते. ന്യായപ്രമാണത്തിന്റെ ഘനമായവ ഈ ദശാംശം കൊടുക്കുന്നതിലല്ല ഇരിക്കുന്നത്. ये व्यवस्था का जो मुख्य बात है वो दशांश देने में नहीं है. എന്നാൽ ഇവിടെ വായിച്ചത് ഘനമായവ എന്ന് പറഞ്ഞത് ന്യായം, കരുണ, വിശ്വസ്തത എന്നിവയാണ്. लेकिन गंभीर बातें जो है वो यहाँ पर लिखा है न्याय करना, दया और विश्वास. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങള് ദശാംശം കൊടുക്കുന്ന മാറ്റമൊന്നും വേണ്ട, പക്ഷെ ഇതും കൂടെ ഉണ്ടെങ്കിലേ അതിന് അർത്ഥമുള്ളൂ എന്ന്. तो पर यीशु मसीह ये कहता है कि तुम जो दशांश देते हो वो सही है, उसको रोकना नहीं, लेकिन उसके साथ ये करो तो ये उचित है. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. उसको करना भी है और इसे भी छोड़ना नहीं है. നമ്മൾ ജീവിതത്തിൽ ചിലതിനൊക്കെ വളരെ സ്ഥാനം കൊടുക്കും. हम लोग हमारे जीवन में कुछ चीजों के लिए बहुत बड़ा स्थान, मुख्य स्थान देते हैं. എന്നാൽ ദയ, കരുണ, ന്യായം ഇവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട്? लेकिन दया, करुणा और न्याय को हमारे जीवन में
कितना हम मुख्यता देते हैं। ഞങ്ങളുടെ നാട്ടിലെ ഞാൻ നേരത്തെ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞു, ഇവിടെയാണ് ബ്ലേഡ് കമ്പനികൾ ഏറെ നടക്കുന്നത്. मैंने कहा यहाँ पर जो है डर का कंपनियां बहुत चलता है। അവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിച്ചാൽ അവര് നമുക്ക് ഉടനെ കുറച്ച് പൈസ തരും. उनके घर में जाके प्रार्थना करेंगे तो वो थोड़ा पैसा उधार देंगे। ഞാൻ പറയുന്നത്, പ്രിയ സഹോദര, നിങ്ങളിൽ മാറ്റം വരാത്തിടത്തോളം കാലം, ഈ ബ്ലേഡ് കമ്പനി പരിപാടി നിർത്താത്തിടത്തോളം കാലം എനിക്ക് നിങ്ങൾ ഒരു പൈസ പോലും വേണ്ട. प्रिय भाई, आप जब तक आपका ये कर्ज देने का जो कंपनी बंद नहीं करते, ब्याज पर पैसा चढ़ाने का काम बंद नहीं करते, तब तक मुझे आपका कोई पैसा नहीं चाहिए। നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത് പണമല്ല. हमारे जीवन में पैसा नहीं चाहिए। നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ജീവിത ശൈലിയാണ് വേണ്ടത്. परमेश्वर का तो हमारा रिश्ता है, उसके सामने हमारा जीवन का मूल्यांकन करने वाला ऐसा जीवन शैली होना है। എന്റെ ജീവിതം ഈ ദൈവവചനത്തിന്റെ ഈ പ്രമാണത്തിനൊത്തമുള്ളതാണോ എന്ന് ചോദിക്കേണ്ടത്. मेरा जीवन क्या ये पवित्र शास्त्र के अनुसार, इस नियम के अनुसार है, ये सवाल करना। അതുകൊണ്ട് കർത്താവ് അവരെ കുറിച്ച് പറയുന്നത്, കുരുടരായ വഴികാട്ടികളെ, इसलिए यीशु मसीह इनके बारे में कहता है, ऐसा मार्गदर्शक जो अंधे है। നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു. तुम लोग मच्छर को तो सेव कर लेते हो, लेकिन ऊंट को निगल जाते हो। പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വിശ്വസ്തതയും കരുണയും ന്യായവുമാണ്. प्रायोगिक जीवन में जो ले आना है न्याय, विश्वास और दया, അത് കളഞ്ഞേച്ച് उसे छोड़कर നിങ്ങൾ ചെയ്യുന്നത്, ഓ ഞാൻ ദശാംശം കൊടുത്തിട്ടുണ്ടല്ലോ, तुम जो करते हो मैंने तो दशांश दिया है, അതല്ല ദൈവം ചോദിക്കുന്നത്. परमेश्वर वो नहीं मांगता। അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് പലരും വന്ന് പണം ധാരാളം ഇടുന്നു, എന്നാൽ ഒരു വിധവ കർത്താവ് നോക്കിക്കൊണ്ട് പറഞ്ഞു, അവൾക്കുള്ളതെല്ലാം അവൾ ഇട്ടു, 2 കാശേ വിട്ടിട്ടുള്ളൂ. यीशु मसीह ने यही कहा कि बहुत लोगों ने जाकर बहुत पैसा वहां पर डाल दिया, लेकिन वो नहीं था। वो एक विधवा ने केवल 2 सिक्के डाले थे, लेकिन यीशु मसीह ने कहा कि उसने अपनी पूरी जीवन की पूंजी डाल दिया है। ദൈവത്തിന് വേണ്ടി നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. परमेश्वर के लिए तुम कितना देते हो वो मायने नहीं रखता, लेकिन कैसा देते हो ये मायने रखता है। ഓ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി കൊടുത്തേച്ച് ഒന്നാമൻ എന്ന് പറയാം. हम हो सकता है बहुतायत में दे के कह सकते हैं मैं अव्वल नंबर पर हूँ। അതല്ല ആവശ്യമായിരിക്കുന്നത്. वो जरूरी नहीं है। ദൈവത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കണം പ്രധാനം. परमेश्वर के लिए उसके प्रति एक धन्यवाद के कारण हृदय से जो धन्यवाद आता है, उस वजह से जो प्रभु को देते हैं, ये मुख्य बात है। അതാണ് പ്രതിഫലം ലഭിക്കാൻ പോകുന്ന വസ്തുത. और उसके वजह से हमें प्रतिफल मिलता है। അല്ല എന്ന് പറയില്ലേ, നമ്മളും ശാസ്ത്രിമാരെ പോലെയും പരീക്ഷന്മാരെ പോലെ ആണ്. उसके अलावा हम भी फरीसी और शास्त्रियों के जैसे हो जाएंगे। ഈ ലോകത്തെ സർവ്വം നേടിയിട്ട് സ്വന്തം ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് കർത്താവ് ചോദിക്കുന്നു. यीशु मसीह ने सवाल किया, ये संसार की तमाम बातों को पाने के बाद अगर अपनी आत्मा को खोता है तो उससे क्या लाभ। ഇതേ ശാസ്ത്രിമാരെക്കാളും പരീക്ഷന്മാരെക്കാളും നമ്മുടെ നീതിയെ കവിയുന്നില്ല എന്ന് വരികിലെ സ്വർഗരാജ്യ പ്രവേശനം സാധ്യമല്ല. शास्त्रियों से भी फरीसियों से भी अगर हमारी धार्मिकता बढ़ता नहीं है तो स्वर्ग राज्य में प्रवेश करने के हम काबिल नहीं है। ഇതിന്റെ 25-ാം വാക്യത്തിൽ അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, പുറമേ അല്ല അകമയാണ് വൃത്തിയാകേണ്ടത്. और इसीलिए उसके लिए 25वें आयत में यीशु मसीह ने कहा, तुम्हें जो है वो भीतर से तुम्हें अच्छा होना है। നമ്മൾ പലപ്പോഴും പുറമെയാണ് വൃത്തിയാക്കാനായിട്ട് ഏറെ ശ്രമിക്കുന്നത്. कई बार हम ऊपर से अपने आप को साफ करने की कोशिश करते हैं। കർത്താവ് പറഞ്ഞു, ഹൃദയത്തിൽ നിന്നാണ് അശുദ്ധിയുള്ളതെല്ലാം പുറത്തോട്ട് വരുന്നത്. यीशु मसीह ने कहा, हृदय से जो हर अशुद्धि है और बुरे काम बाहर आते हैं। നമുക്ക് കർത്താവിനോട് പറയേണ്ട, കർത്താവ് നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നാണ്. हमें परमेश्वर से कहना है कि पवित्र आत्मा को मुझे देकर एक सुस्थिर आत्मा को मेरे अंदर सदैव दे।
അതിനെക്കുറിച്ച് 27-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെള്ള തേച്ച കല്ലറയ്ക്ക് സമമാണ്. 27वें आयत में यीशु मसीह ने कहा, तुम चूना फिरी हुई कब्रों के समान हो. ഇതേ പുറമേ എല്ലാം നല്ലതായിട്ട് വെക്കാം, बाहर से सब कुछ अच्छे से हम रख सकते हैं, എന്നാൽ അതിനകത്ത് എന്താണ് ഇരിക്കുന്നത്? लेकिन उसके अंदर, कब्र के अंदर क्या है? ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ പുറമേ വൃത്തിയാക്കാനും പുറമേ നല്ലതായി കാണിക്കാനും ഒത്തിരി ശ്രമങ്ങൾ നടത്തും. हम लोग आज क्या करते हैं, बाहर से अच्छा करने के लिए, दिखावा करने के लिए बहुत प्रयत्न और कोशिश करते हैं. ഇന്ന് എങ്ങനെയാണ് ഉള്ളു റെഡിയാക്കി എടുക്കേണ്ടത്? लेकिन मेरा भीतर को कैसे मुझे तैयार करना है? യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. यीशु मसीह के लहू से एक शुद्धिकरण मुझे पाना है. വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. वचन से मुझे शुद्धिकरण पाना है. ദൈവാത്മാവിനാൽ ശുദ്ധീകരണം പ്രാപിക്കണം. परमेश्वर की आत्मा से मुझे शुद्धिकरण पाना है. എന്നിട്ട് ദൈനംദിനം കർത്താവുമായിട്ട് ഒരുമിച്ച് നടക്കാനായിട്ട് കഴിയണം. उसके बाद मेरे प्रतिदिन के जीवन में यीशु मसीह के साथ चलना है. ഇതിന്റെ 29 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതാ പ്രവാചകന്മാരെ കല്ലറകളെ പണിതിട്ട് അതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുവാൻ ശ്രമിക്കുന്നു. 29वें आयत में लिखा है कि तुम भविष्यवक्ताओं के लिए कब्र बनाते हो और उसमें तुम अच्छा होना चाहते हो. എന്നാല് ഈ പ്രവാചകന്മാരെ കൊന്നത് നിങ്ങളുടെ പിതാക്കന്മാരാണ്. लेकिन इन भविष्यवक्ताओं को तुम्हारे पिताओं ने मारा. എന്നിട്ട് ഇപ്പോൾ അതിന്റെ കല്ലറ പണിതിട്ട് നിങ്ങള് അഭിമാനം കൊള്ളുവാൻ ശ്രമിക്കുകയാണ്. अब उन भविष्यवक्ताओं को जिसको तुम्हारे बाप दादाओं ने मारा, उन्हीं का कब्र बनाकर उसके ऊपर तुम अपना प्रसन्नता चाहते हो. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശാസ്ത്രിമാരെക്കാളും പരീശന്മാരെക്കാളും നിങ്ങളുടെ നീതി കവിയുന്നില്ല എന്ന് വരികില് നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. इसीलिए यीशु मसीह ने कहा, अगर तुम्हारी धार्मिकता फरीसी और कपटियों से ज्यादा नहीं होता, उसके आगे नहीं बढ़ता, तो तुम स्वर्ग राज्य में प्रवेश नहीं कर पाओगे. നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് എനിക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ചേർക്കപ്പെടണമെന്നുള്ളതാണ്. हमारा मकसद जो होना है, मुझे परमेश्वर के उस पवित्र स्थान में पहुंचना है. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നു, പിൻപുള്ളു മറന്ന് വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. प्रेरित पौलुस ने कहा, एक मैं करता हूँ, पिछले बातों को छोड़कर आगे जो लक्ष्य है उसकी ओर मैं यत्न करके दौड़ता हूँ. എന്റെ കർത്താവ് വരുമ്പോൾ ഞാൻ രൂപാന്തരപ്പെട്ടവനായി അവനെ സ്വീകരിപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. मेरा यीशु मसीह में जब आएगा तो मैं महिमा पाकर उसे स्वीकार करने के लिए बादलों में उठा लिया जाऊंगा. ഞാൻ ക്രിസ്തുവിന്റെ നാളിലേക്ക് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. मैं यीशु मसीह के दिन के लिए तैयार हो रहा हूँ. ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വാഞ്ചയുള്ള ദിനം. यीशु मसीह के साथ जो जीवन है वो मेरे जीवन में सबसे प्रतीक्षा किया हुआ दिन है. ഞാൻ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു, അതിനുള്ള ഒരുക്കമാണ് സംഭവിക്കുന്നത്. परमेश्वर की आगमन अब निकट है, अब उसकी तैयारी में मैं लगा हूँ, वो अब होता है. അന്ന് എന്റെ കർത്താവ് എനിക്ക് റിവാർഡ്സ് തന്ന് എന്നെ സ്വീകരിക്കും. उस दिन मेरा परमेश्वर मुझे प्रतिफल देकर मुझे स्वीकार करेगा. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയേണ്ടത്, കർത്താവ്, ഈ ലോകത്തിന് വേണ്ടി അല്ല ഞാൻ ജീവിക്കുന്നത്, അങ്ങയുടെ നാളിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയുമോ? मसीह लोगों, हमें हमारे जीवन को देखकर परमेश्वर से यही कहना, मैं आज के लिए नहीं जीता, आपके आगमन के उस दिन की आशा रखकर मैं जीता हूँ. ഇവിടെ എങ്ങനെയെങ്കിലും അല്ലെ ഏത് വിധേനയെങ്കിലും നാം മാറ്റപ്പെടട്ടെ. यहाँ पर किसी को भी कैसे तो भी हमें बदलना है. അത് കൊറോണ വൈറസോ അല്ലെങ്കിൽ വേറെ ഏതോ വൈറസോ ആകട്ടെ, कोरोना वायरस हो या अन्य कोई भी वायरस क्यों ना हो, നമുക്കുള്ള പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുവാൻ ഇടയുണ്ടാകരുത്. हमारी आशा कभी भी नष्ट न हो पाए. എന്റെ കർത്താവിന്റെ നാളിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, मेरे मसीह के दिन के लिए मैं तैयार हूँ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയണം. ऐसा हिम्मत से हमसे कहना है. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടേതിലും പരീശന്മാരുടേതിലും നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. इसलिए यीशु मसीह ने कहा, अगर तुम्हारी धार्मिकता शास्त्रियों से और फरीसियों के आगे नहीं बढ़ता तो तुम स्वर्ग राज्य में प्रवेश नहीं कर पाओगे. ഈ 5-ാം അധ്യായത്തിന്റെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അത് പറഞ്ഞതിന് ശേഷം 6 പ്രധാന കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കർത്താവ് ഇവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞത്.
मत्ती 5:20 में इसको कहकर उसके आगे जो लिखा है 6 मुख्य बातें इनके संबंध में कहा गया है। ഒന്ന്, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരുടെ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നതിനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാണ്. तुम तो सुन चुके हो कि पूर्व काल के लोगों ने ऐसा कहा गया था कि हत्या न करना, पर जो कोई हत्या करेगा वह कचहरी में दंड का योग्य होगा। परंतु मैं तुमसे कहता हूँ कि जो अपने भाई पर क्रोध करेगा वह कचहरी का दंड का योग्य होगा। അപ്പോൾ സഹോദരനെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? तो भाई को मुझे कैसा स्वीकार करना है? ഓ, അവൻ മൂഢനാണെന്ന് പറയുകയാണോ? क्या मैं कहता हूँ कि वो मूर्ख है? എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇത് അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇതെല്ലാം പറയുന്നത് എന്നാണെന്ന് വെച്ചാല്, ഇത് ശാസ്ത്രിമാരുടേതിലും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നാം കടന്നു വരണമെന്നാണ്. वहां पर फिर लिखा है कि ऐसा व्यक्ति अग्नि के नरक का योग्य होगा। वो क्यों लिखा है? ताकि फरीसी और शास्त्रियों को जो धार्मिकता है उससे बढ़कर हमको करना है, ये यहाँ लिखा गया है। രണ്ടാമത് അതിന്റെ 27ാമത്തെ വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. उसके बाद 27वें आयत में लिखा है, तुम सुन चुके हो कि कहा गया है कि व्यभिचार न करना। എന്നിട്ട് സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. परंतु मैं कहता हूँ जो कोई किसी स्त्री पर कुदृष्टि डाले वह अपने मन में व्यभिचार कर चुका। അവരെ ആക്റ്റിൽ പിടിക്കുന്നവൻ മാത്രമാണ് കുറ്റക്കാരൻ എന്നാണ് പറയുന്നത്. तो वहां पर जो व्यभिचार करते हुए पकड़ा जाता है वही दोषी है, ऐसा कहा जाता है। അതുകൊണ്ടാണ് അവർ ഒരുത്തിയെ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ന്യായപ്രമാണം ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പറയുന്നതെന്ന്. और इसीलिए एक स्त्री को यीशु के सामने लाकर कहा, वो नियम के अनुसार जिसको व्यभिचार में पकड़ा जाता है उसे पथराव करके मारना है। അതിന് കർത്താവ് പറഞ്ഞ മറുപടി, കർത്താവിന്റെ വിധി ഇതായിരുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. और उसके लिए परमेश्वर की सुनवाई ये था, तुम में से जिसमें पाप नहीं वो प्रथम इसको पत्थर मारे। നിങ്ങളുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? तुम्हारा हृदय कहाँ है? നിങ്ങൾ ഹൃദയം കൊണ്ട് പാപം ചെയ്തിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? तुम क्या हृदय से पाप कर कर यहाँ पर आए हो? പുറമേയൊക്കെ നമുക്ക് നല്ലതായിട്ട് കാണിക്കാം. बाहर से बहुत कुछ हम दिखा सकते हैं, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും ദോഷവും നിറഞ്ഞത്. लेकिन हृदय सबसे ज्यादा कपटी और दोष से भरा हुआ है। അതാരാഞ്ഞറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വസ്തുത നമ്മുടെ ജീവിതത്തിലുണ്ടോ? और हृदय को जांचने वाला एक परमेश्वर है, ये सच्चाई क्या हमारे अंदर है? മൂന്നാമത്തേത് तीसरा, 31ാം വാക്യത്തിൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. यह भी कहा गया था कि जो कोई अपनी पत्नी को त्याग दे उसे त्याग पत्र दे दे। परंतु मैं तुमसे कहता हूँ कि जो कोई अपने पत्नी को व्यभिचार के सिवा किसी और कारण से दंड दे तो वह उससे व्यभिचार करवाता है, और जो कोई उस त्यागी हुई से ब्याह करे वह व्यभिचार करता है। ഇവിടെ സ്റ്റെബിലിറ്റി ഇൻ മാരേജ് ലൈഫ്, यहाँ पे जो शादी है, शादी में स्थिरता के बारे में कहा है। എങ്ങനെയാണ് എനിക്കും എന്റെ ഭാര്യയുമായിട്ട് എന്റെ ജീവിതം പങ്കുവെക്കാനായിട്ട് കഴിയുന്നത്? मैं और मेरी पत्नी मेरे जीवन को कैसे बांट सकते हैं? എങ്ങനെയാണ് അവളെ നാം കാണുന്നത്? मैं उसे कैसे देखता हूँ? ഈസ് എൻ ഓബ്ജെക്ട് ഓഫ് സെക്സ്? क्या वो केवल एक यौन संबंधित एक वस्तु है, അതോ എന്റെ ജീവിതത്തിന്റെ നിത്യതയുടെ പങ്കാളിയാണ് ഇവളെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുമോ? क्या मेरे जीवन का अनंतता का ये मेरा सहभागी है, ऐसा हम उसे देख सकते हैं? അതിനുവേണ്ടി അവളെയും എന്നെയും ഒരുക്കുന്ന ഒരു പ്രക്രിയയാണെന്നുള്ള ബോധം നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടോ? और उसके लिए उसे और मुझे तैयार करने वाली एक प्रक्रिया है हमारा पारिवारिक जीवन, क्या ऐसा हम सोचते हैं? അങ്ങനെയെന്ന് വരികില് കുടുംബ ജീവിതം ഏറ്റവും സന്തോഷകരമാണ്. ऐसा है तो पारिवारिक जीवन बहुत ही सुखदायी है। ഇത്
ഭക്ഷണമുള്ള ദിനങ്ങളുണ്ടാകാം, ഭക്ഷണമില്ലാത്ത ദിനങ്ങളുണ്ടാകാം. जब खाना हो ऐसा दिन हो सकता है, खाना नहीं हो ऐसे भी दिन हो सकते हैं. ധനം ധാരാളമുള്ള അവസരങ്ങളുണ്ടാകാം, ധനമില്ലാത്ത അവസരങ്ങളുണ്ടാകാം. धन निर्धनता दोनों ही अवस्था हो सकती है. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കാണുന്നതുകൊണ്ട് ഇവ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറയാൻ കഴിയും. लेकिन परमेश्वर के वचन के आधार पर भले ये हो या ना हो, हम परमेश्वर की स्तुति करेंगे कि ऐसा हम कह सकते हैं. ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്നത് ഇതേ ഭാര്യയെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. शास्त्री और फरीसी जो है पत्नी को अलग रीति से देखते हैं. ഒരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൽ ഭാര്യ എന്ന് പറഞ്ഞ് ഭയത്തോടെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. एक रीति से जो पत्नी है वो घर में डर से जीती है. അടുത്തത് നാലാമത്തേത് ഇത് അതിന്റെ 33 വാക്യം. चौथा उसका 33वां आयत. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരൂശലേമിനെ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അടുത്ത 37 വാക്യം വായിച്ചാൽ അത് വ്യക്തമാകും. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. इस अध्याय का 33 से आगे पढ़ना, लेकिन 37वां आयत को पढ़ता हूँ जहां पर उसका गंभीरता है. परंतु तुम्हारी बात हाँ की हाँ या नहीं की नहीं हो, क्योंकि जो कुछ इससे अधिक होता है वह बुराई से होता है. നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? हमारे लफ्ज कैसे हैं? നമുക്ക് നേരായ രീതിയിൽ പറയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? क्या हम सही सीधे मार्ग में बातों को कह पाते हैं? നമ്മൾ പറയുന്നത് പോലെയാണോ ജീവിക്കുന്നത്? हम जैसे कहते हैं क्या वैसा जीते हैं? ഇവിടെ എന്റെ വാക്ക് ഉവ്വ എന്നും ഇല്ല എന്നാണെങ്കിൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കണം. यहाँ पर मेरा बात हाँ है तो हाँ, नहीं तो नहीं, ऐसा ही होना है. ഉദാഹരണങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും നമ്മുടെ സമയപരിധി നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ വാക്കുകളെ നീട്ടുന്നില്ല. बहुत से उदाहरण कहने के लिए, लेकिन समय की सीमा है, इसलिए मैं ज्यादा विस्तार नहीं करता. ഈ രണ്ടും അല്ലാത്തത് വരുന്നത് ദുഷ്ടനിൽ നിന്നാണ് വരുന്നത്. और इन दोनों के अलावा जो आता है वो दुष्ट या शैतान से आता है. അപ്പോൾ അങ്ങനെയെന്ന് വരികയില്ലേ, കർത്താവേ എന്റെ വാക്കുകൾ ഞാൻ പറയുന്നത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? अगर ऐसा है तो क्या हम कह सकते हैं प्रभु जी मेरा बातचीत में जो मैं कहता हूं मैं वही करता हूं, क्या ऐसा हम कह सकते हैं? അടുത്തത് 38 വാക്യത്തിലെ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതും കൂടെ തിരിച്ച് കാണിക്കുക. तुम सुन चुके हो कि कहा गया था कि आंख के बदले आंख और दांत के बदले दांत, परंतु मैं तुमसे यह कहता हूं कि बुरे का सामना न करो, परंतु जो कोई तेरे दाहिने गाल पर थप्पड़ मारे उसकी और दूसरा भी फेर दे. ഈ വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് കുറിച്ചെടുത്ത് ദൈവ സന്നിധിയിലെ ഒന്ന് ധ്യാനിച്ച് വായിക്കണം. इन वचनों को आप लोग लिख लेना और समय मिलते परमेश्वर के सामने मगन करके वचनों को पढ़ना. ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ അവിടെ ഒരിക്കൽ ഞങ്ങളുടെ സഭയിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അല്പസമയം ഈ ബില്ലാദിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. आप जब अमेरिका में थे उस समय में एक दिन ऐसा बोला कि हम लोग कुछ समय के लिए अब बिन लादेन के लिए प्रार्थना करेंगे. വിശ്വാസികളെല്ലാം പറഞ്ഞു പാസ്റ്റർക്ക് തെറ്റുപറ്റു, ഇത് എന്തോ ഈ പറയുന്നതെന്ന്. विश्वासियों ने पूछा क्या आपसे कुछ गलती हुआ है, आप क्या कह रहे हो? അദ്ദേഹത്തെ നശിപ്പിക്കണം, കിട്ടിയാൽ അദ്ദേഹത്തെ തകർത്ത് തരിപ്പണമാക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമുള്ളൂ എന്ന്. क्योंकि हमारी इच्छा है कि उनको जल्दी से जल्द पकड़ा जाए, उनको पूरी तरह से निस्तनाबूत नाश किया जाए. പൗലോസ് അപ്പോസ്തലനെ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലോട്ട് വന്നപ്പോൾ ഇതേ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അനന്യാസിനോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അയ്യോ എന്തിനാ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് എന്നെ അയക്കുന്നത്, അദ്ദേഹം വളരെ മോശക്കാരനാണെന്ന് എനിക്കറിയാമെന്ന്. प्रेरित पौलुस का उद्धार करते समय जब पवित्र आत्मा ने अनन्यास को बोला कि जाकर पौलुस के लिए प्रार्थना करो, तो अनन्यास ने पूछा कि क्यों तुम मुझे उसके पास भेजते हो? എന്നാൽ അനന്യാസ് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ദൈവം അവനോട് പറഞ്ഞു, നീ പോക,
लेकिन अनन्यास परमेश्वर का डर भय मानने वाला था। परमेश्वर ने उससे कहा तुम जाओ। അവൻ ഏതെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകണമെന്നും സുവിശേഷത്തിന് വേണ്ടി എവിടെയെല്ലാം നിൽക്കണമെന്നുള്ളത് ഞാൻ അവനെ കാണിക്കുവാൻ പോകുകയാണ്. जिस कहाँ भी उसे रुकना है, सुसमाचार के लिए कहाँ कहाँ जाना है, कहाँ खड़ा होना है, ये मैं उसे दिखाऊंगा। പ്രിയമുള്ളവരെ, നമ്മുടെ വചനം സ്വീകരിക്കാത്തവരെ അല്ലെങ്കിൽ ദൈവവചനത്തിലേക്ക് കടന്നു വരാത്തവരെ അവര് നശിപ്പിക്കണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, അങ്ങ് അവരോട് സംസാരിക്കണം, അങ്ങയെ കുറിച്ചുള്ള ദർശനം അവർക്ക് കൊടുക്കണം, പരിശുദ്ധാത്മാവിനാൽ അവരോട് വാദിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുകയും നമ്മുടെ ജീവിതം അവരുടെ മുൻപായി കാണിച്ചു കൊടുക്കുകയും വേണം. जो हमारे विरोधी है, जो हमारे वचन को स्वीकार नहीं करते, उसका विरोध करते हैं, हमें उनका नाश होने के लिए नहीं, बल्कि हमें प्रार्थना करना है कि परमेश्वर उनके मन को बदले, परमेश्वर उनको दर्शन दे, पवित्र आत्मा उनके जीवन में कार्य करे और हमारा जीवन एक आदर्श के नाई, एक नमूना की तरह उनके सामने जीकर बताना है। ആറാമത്തേത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് 43-ാമത്തെ വാക്യം. ശത്രുവിനെ എന്ന് മരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ പിതാവിനെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. 43 तुम सुन चुके हो कि कहा गया था कि अपने पड़ोसी से प्रेम रखना और अपने बैरी से बैर, परंतु मैं तुमसे यह कहता हूं, अपने बैरियों से प्रेम रखो और अपने सताने वाले के लिए प्रार्थना करो, जिससे तुम अपने स्वर्गीय पिता की संतान ठहरोगे, क्योंकि वह भलो और बुरो दोनों पर अपना सूर्योदय करता है। അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. बाकी का भाग आप लोग पढ़ लेना। നമുക്ക് നിത്യതയിൽ നാം ദൈവത്തോട് കൂടി ആയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒന്ന് വരികില്ലേ, अनंतता में अगर परमेश्वर के साथ हम जुड़ा रहना चाहते हैं, ഇന്ന് പ്രാർത്ഥിക്കേണ്ട, കർത്താവെ ഒരു വ്യത്യസ്തനാക്കി എന്നെ തീർക്കണം. आज प्रार्थना करना, प्रभु मुझे एक अलगावट, एक अलग व्यक्ति बनाना, വചനത്തിന്റെ അടിസ്ഥാനത്തിലെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. वचन के आधार पर मेरे जीवन को रूपांतर करने के लिए मुझसे सहायता करना। ശാസ്ത്രിമാരുടെയും പരീശന്മാരെയും കവിഞ്ഞുള്ള ഒരു നീതിക്ക് വേണ്ടി എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണം. फरीसियों की और शास्त्रियों के जो धार्मिकता है उससे अधिक होने के लिए मेरी सहायता करना। പറയുന്നവരല്ല, ചെയ്യുന്നവരായിരിക്കണം. बोलने वाले नहीं, करने वाले बनाना। മനുഷ്യർ കാണേണ്ടതിനല്ല, ദൈവം കാണുന്നുള്ള ബോധത്തിൽ കാര്യങ്ങളെ ചെയ്യണം. मनुष्य देखने के लिए नहीं, परमेश्वर देखता है, इस मन से सब कुछ करने के लिए। സേവനത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണ മനോഭാവം ഉണ്ടാകണം. सेवा के लिए एक समर्पण का मनोभाव होने के लिए, മറ്റുള്ളവർക്ക് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുവാൻ എന്റെ ജീവിതത്തിലൂടെ അവർക്ക് അത് മുഖാന്തരമായി മാറണം. दूसरों के लिए स्वर्ग राज्य का द्वार खोलने के लिए मेरे जीवन के द्वारा उनके लिए एक जरिया बनना है। എന്റെ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംഭാഷണമായിട്ട് മാറണം. मेरी प्रार्थना परमेश्वर के साथ बातचीत होना है। ഇത് എന്റെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞത് ഞാൻ മറ്റുള്ളവരെ കാണിക്കുവാനല്ല, നേരെ തിരിച്ച് അവരെ ദൈവരാജ്യത്തിൽ എത്തിക്കുവാനുള്ള ഒരുക്കമാണ് എന്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. मेरे सुसमाचार की सेवकाई दूसरों को दिखाने के लिए नहीं, उसके एवज में दूसरों को उस अनंत जीवन में पहुंचाने के लिए, बहाल करने के लिए होना है। കരുണ, ദയ, വിശ്വസ്ത എന്നിവ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകണം. करुणा, दया, विश्वस्तता, सच्चाई मेरा जीवन का भाग होना है। പുറമേയുള്ളത് കാണിക്കാനല്ല, നേരെ തിരിച്ച് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവത്തെ സ്നേഹിക്കുവാൻ. बाहर जो है ऊपरी दिखावा करने के लिए नहीं, उसके एवज में हृदय मेरे अंदर से, भीतर से परमेश्वर की सेवा और धन्यवाद करने के लिए। ഹൃദയം അറിയുന്ന ദൈവസേനയിൽ നമുക്ക് അടുത്ത് ചെല്ലണം. हृदय को जानने वाले परमेश्वर के नजदीक हम आएंगे। പ്രിയമുള്ളവരെ, നമ്മെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. प्रिय लोगों, हम परमेश्वर के सामने अपने आप को पहुंचाएंगे। വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ ഒരുക്കുവാനായിട്ട് നമുക്കിടയുണ്ടാകട്ടെ. व्यक्तिगत तौर पर हमें परमेश्वर के सामने तैयार करने का मौका बने। ഈ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാം ദൈവവചനം നമ്മോട് പല വ്യക്തികളിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. इन दिनों की उपवास की प्रार्थना में अलग अलग लोगों से परमेश्वर की आत्मा वचन रूप से हमसे बात करता रहा। എന്റെ പ്രതികരണം എന്താണ്? इसकी प्रतिक्रिया क्या है? കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഞാൻ തീരുമാനിക്കുന്നു. परमेश्वर के साथ जीने के लिए क्या मैं तैयार हूँ? നമ്മെ തന്നെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. अपने आप को परमेश्वर के हाथों में हम सौंप देंगे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും.
ये वचन से परमेश्वर हमें आशीष दे।